എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സംശയങ്ങൾ നോർമലി ഇറ്റ് ഈസ് ജെനുവിൻ ഡൗട്ട്സ്. നോർമലി ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ റെഡിക്യൂൾ ചെയ്യാൻ വേണ്ടി ആയിട്ടുള്ള രീതിയിൽ ആളുകൾ ഡിസ്കഷനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പറയുന്നത് റെഡിക്യൂളിങ് ഈസ് a dirty business. അപ്പം നമുക്ക് ഇൻബോക്സിൽ ആളുകൾ അയക്കുന്ന സംശയങ്ങൾ, അത് പല ടൈമിലും ചോദിക്കുന്ന സംശയങ്ങൾ എൻ്റെ മൈൻഡിൽ വരുമ്പോഴാണ് അത് ലൈവ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഒന്ന്. രണ്ട്, അതിനുള്ള സിറ്റുവേഷനും സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ. ആക്ച്വലി ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ഡാനിയലിൻ്റെ ബുക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻ്റർനാഷണൽ ഓഡിയൻസിന് ഇപ്പോഴും ഡാനിയൽ 9 റിയാലിറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷിലൊരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അതിനി മലയാളത്തിലാക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. മലയാളത്തിൽ ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോ ഉള്ളതുകൊണ്ട് അത് മതി. ഇതിൽ പക്ഷേ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട്. നല്ല പിക്ചറൈസേഷനൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ പ്യുവർ ഇംഗ്ലീഷ് വീഡിയോ. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളായതുകൊണ്ട് ഇന്ന് ഉറങ്ങാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇതുപോലൊരു ലൈവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ബാക്ക്ഗ്രൗണ്ടിലൊരു 3-4 പേരുടെ സംസാരം വരും, അത് കുഴപ്പമില്ല എന്ന് ഞാൻ വിശ്വസിക്കും. ഇനി തൊട്ട് മുമ്പത്തെ ലൈവ് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലൈവ് മുമ്പ് 1-2 ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ലൈവിലും ഇങ്ങനെ മൾട്ടിപ്പിൾ ടോപ്പിക്സ് വളരെ ചെറിയൊരു ടൈമിൻ്റെ അകത്ത് വന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് നീണ്ട ഒരു ലൈവ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്ക് എത്ര മണിവരെ അല്ലെങ്കിൽ എത്ര സമയം എനിക്ക് ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ബേസിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പം ഡാനിയൽ കണ്ട പ്രോഫസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സ് ആരും അതിൻ്റെ ഒരു റിയാലിറ്റി പറഞ്ഞ് കേൾക്കാത്തത് കൊണ്ട് ഞാനൊരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്യുന്നു. അതുകൊണ്ട് ചിലപ്പം ഇന്നത്തെ ടോക്കിൽ ഡാനിയലൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ആളുകൾ പെരുമാറുന്നു, എന്തിനാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ, അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ആദ്യത്തെ ഡൗട്ട് ക്ലിയറിങ് സെഷൻ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ
നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്തെന്നുള്ള റിയലൈസേഷനാണ് ഇമ്പോർട്ടൻറ്റ്. വി ആർ നോട്ട് അലോൺ ഇൻ ദിസ് പ്ലാനറ്റ് എന്ന് തെറ്റി വിളിക്കുന്ന ഇൻ ദിസ് ഹാബിറ്റേഷൻ. ഒരു ഗൃഹം എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് താമസിക്കാനായിട്ട് തന്നിരിക്കുന്ന ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ മതി, എർത്ത്. പിന്നെ പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ രീതിയിലാക്കുന്നത്. ദൈവം ഇതിനെ പ്ലാനറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം ഈ ഒരു സ്പേസ് ഇങ്ങനെയൊരു വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം മുതലേ ഉള്ള കാര്യം അറിയണം. ഫ്രം ദ ബിഗിനിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. പലർക്കും ആ ഒരു തുടക്കം അറിഞ്ഞിടാത്തത് കൊണ്ടാണ് ഇപ്പം കിടന്ന് മല്ലിട്ടടിക്കുന്നത്. സോ യു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് തിങ്സ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ്. ഈ ലോകം മനുഷ്യരല്ല ഭരിക്കുന്നത്. നമ്മുടെ കൺമുമ്പിൽ കാണുന്നവരെല്ലാവരും മനുഷ്യരല്ല. നമ്മൾ ജനിച്ചു വീഴുന്നതിന് മുമ്പേ 200, 300, 400 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ തലമുറയെ എയിം ചെയ്ത് ലക്ഷ്യം വെച്ച് നശിപ്പിക്കാനുള്ള പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും അതുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിലും അതുണ്ട്, മോശയുടെ കാലഘട്ടത്തിലും അതുണ്ട്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരാശിയെ നശിപ്പിക്കാനുള്ള സിസ്റ്റം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യരുടെ കൺട്രോളിലല്ല ഈ ലോകം എന്നുള്ള റിയലൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 36 നടന്ന പോലത്തെ കാര്യങ്ങൾ പിന്നെയും ഈ ഭൂമിയിൽ നടന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, കനാൻ ദേശം ഉറ്റുനോക്കാൻ പോകുമ്പോൾ അവിടെ മല്ലന്മാരുണ്ട്. 36 കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തിൽ നീക്കം ചെയ്ത മല്ലന്മാരെ വീണ്ടും നമ്മൾ കാണുന്നു കനാൻ ദേശത്ത്. സോ ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം സാത്താൻ തൻ്റെ കീഴിലുള്ള സെറാഫുകളെയും കെരൂബുകളെയും രൂപം മാറി ഭൂമിയിലെ സ്ത്രീകളുമായി ബന്ധപ്പെടുവാനായിട്ട് അവൻ ആ ടാസ്ക് കൊടുത്ത് വിട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 36 മാത്രമല്ല അത് നടന്നത്. അത് ഈ പറയും പോലെ അതിനുശേഷം നടന്നതുകൊണ്ടാണ് കനാൻ ദേശം മൊത്തം അവർ കൊണ്ട് നിറഞ്ഞത്. അപ്പം നമുക്ക് പ്രോമിസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സ്പേസിൽ സൈറ്റൻ ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം വെള്ളപ്പൊക്കത്തിന് ശേഷം അവർ സർവൈവ് ചെയ്തെങ്കിൽ അവരുടെ ഡിസെൻഡൻസ് ഇന്നും ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ടെലഗ്രാമിൽ ചെയ്ത വീഡിയോ, ജയൻസിനെ കുറിച്ചുള്ള വീഡിയോ, അതിൽ ഏറ്റവും ലാസ്റ്റ് റെക്കോർഡഡ് ജയൻറ്റിനെ നമുക്ക് കാണാം. ഹ്യൂജ് സൈസ് അല്ലേ, ഒരു തെങ്ങിൻ്റെ 10 ഇരട്ടി സൈസൊക്കെ കാണാം. പുള്ളി ആ കൺട്രിയിൽ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുകയാണ്. ആ രാജ്യത്തിലെ അപ്പോഴത്തെ ഒരു മിലിറ്ററി പരേഡിൻ്റെ ഭാഗമായിട്ട് അയാൾ നടന്നു പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക, യൂട്യൂബ് ലിങ്ക് ഞാൻ അയച്ചുതരാം. സോ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് റെക്കോർഡഡ് ജയൻറ്റ്. പക്ഷെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ 1-2 ചെറിയ ക്ലിപ്പിങ്സ് ഉണ്ട്. ഞാൻ അതെല്ലാം ആ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഈ സ്കെൽട്ടൻസ് കിട്ടിയിട്ടുള്ളതെല്ലാവരും റിലേറ്റ് ചെയ്യുക ജനസിസ് 6 ഫ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്യും. ഈ കാലഘട്ടത്തിൽ ജയൻസ് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പലർക്കും പ്രയാസം. സോ ദേ ആർ ഹൈഡിങ്. ഓക്കെ, ഏരിയ 51 അല്ലെങ്കിൽ ഈ പറയും പോലെ ബർമുഡ ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന പോലെ അൺചാർട്ടഡ് ഐലൻഡ്സും അണ്ടർഗ്രൗണ്ട് സിറ്റീസും ഈവൻ വെള്ളത്തിൻ്റെ അടിയിൽ താമസിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ്സും ഉണ്ട്.
അപ്പം ജയൻസ് ഇപ്പോൾ സ്റ്റിൽ എക്സിസ്റ്റ്, പക്ഷെ അവരൊക്കെ ഇന്ന് ഹ്യൂമൻ ഹാബിറ്റേഷൻ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കും. അപ്പോൾ അതെങ്ങനെ, എവിടെ? അത് അവർ വേറെ സ്ഥലത്ത് താമസിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാവണമെങ്കിൽ അൺചാർട്ടഡ് പ്ലേസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ദ മാപ്പ് വി സീ ഈസ് എ റോങ് മാപ്പ്. പഴയ മാപ്പുകൾ നോക്കുമ്പോഴാണ് അഡീഷണൽ ഐലൻഡ്സ് ഇഷ്ടംപോലെ നമുക്ക് കാണാം. അവിടെയാണ് നമുക്ക് ഫ്ലാറ്റ് എർത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. അപ്പം ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്ട്ലി എല്ലാം റിലേറ്റഡ് ആണ്. ദാറ്റ് ഈസ് വൈ വി സ്പീക്ക് അബൌട്ട് ദ ഷേപ്പ് ഓഫ് എർത്ത്. ഷേപ്പ് ഓഫ് എർത്ത് മനസ്സിലാവാതെ നാസയുടെ കാര്യം മനസ്സിലാവത്തില്ല, റോക്കറ്റ്സിൻ്റെ ലക്ഷ്യം മനസ്സിലാകത്തില്ല, ഫേർമമെൻ്റ് മനസ്സിലാകത്തില്ല, എന്തിനാണ് ഈ ഡോം എന്നുള്ളത് മനസ്സിലാകത്തില്ല, അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാകത്തില്ല. ദ ഹോൾ ഡിസെപ്ഷൻ പിടികിട്ടത്തില്ല. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പീഷീസ്, ഹൈബ്രിഡ്സ് എർത്തിൽ എക്സിസ്റ്റ് ചെയ്യും. അവർ ഏലിയൻസ് എന്ന് പേരിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഏലിയൻസ് എന്ന പേര് വെച്ചിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മെൻ ഇൻ ബ്ലാക്ക് സിനിമയിൽ കാണിക്കുന്ന പോലെ ആയാലും അവതാറിൽ കാണിക്കുന്ന പോലെ ആയാലും ദർ ആർ ബ്ലൂ ബ്ലഡ് പീപ്പിൾ. ബ്ലൂ കളറിൽ ബ്ലഡുള്ള ആളുകളുണ്ട്, ബ്ലൂ കളേർഡ് പീപ്പിളുണ്ട്, ബ്ലൂ കളേർഡ് ബ്ലഡുള്ള ആളുകളുണ്ട്, ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്, മനുഷ്യരൂപത്തിലേക്ക് മാറാൻ പറ്റുന്ന ആളുകളുണ്ട്, പിന്നെ പല സൈസിലുള്ള ക്രീച്ചേഴ്സ്. അപ്പോൾ ഈ ഗ്രീക്ക് ദൈവങ്ങൾ പിരമിഡ്സിലൊക്കെ നമ്മൾ കാണുന്ന പടം ഒരു പട്ടിയുടെ മുഖം മനുഷ്യൻ്റെ ശരീരം പോലെയൊക്കെ കാണുന്നു, അതിൻ്റെ നേരെ താഴെ പൊക്കം കുറഞ്ഞ ഒരു രൂപം. അപ്പോൾ ഇതൊക്കെ ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അത് ഒരു വേഷം ധരിച്ച് നിൽക്കുന്ന ആവാം, താഴെ കാണുന്നത് കൊച്ചുകുട്ടിയാണ് എന്നുള്ള അല്ല. മറ്റത് ജയൻറ്റും മറ്റത് സാധാരണ സൈസിലുള്ള ഒരാളും അങ്ങനെയാണ്. അപ്പോൾ ഈ പിരമിഡ്സിൻ്റെ റിയാലിറ്റി ഇപ്പോഴാണ് വെളിയിൽ വരുന്നത്. ദേ ആർ ഓൾ ആൻറ്റീനാസ്, പവർഫുൾ ആൻറ്റീനാസ്, അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ്. ദാറ്റ് ഓൾ ലീഡ്സ് ടു സം ഒരു പിരമിഡിൻ്റെ എൻട്രൻസ് വഴി ട്രാവൽ ചെയ്ത് അണ്ടർഗ്രൗണ്ട് ടണൽ വഴി ട്രാവൽ ചെയ്ത് ഇവരുടെ സിറ്റീസിലേക്ക് പോകാമെന്നുള്ളതാണ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഓരോരുത്തർ ഈ ഇൻഫർമേഷൻ റിവീൽ ചെയ്യുമ്പോഴും അവരവർ ലൈഫ് റിസ്ക് എടുത്താണ് അവർ ഇതൊക്കെ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാം. എൻഡ് ടൈം ടോപ്പിക് ഈസ് റിലേറ്റഡ് ടു ഓൾ ദീസ് ടോപ്പിക്സ്. കാരണം എന്താണ്, നമുക്കിപ്പം വാക്സിൻ്റെ ഇഷ്യൂ സംസാരിക്കുമ്പം അത് എങ്ങനെയാണ് WHO-ക്കും IMAക്കും ഡോക്ടേഴ്സിനും ഒക്കെ ഇങ്ങനെ ആളുകളെ വഞ്ചിക്കാൻ പറ്റുക എന്നുള്ളത്, ഏത് ലെവലിൽ ഈ കളി നടന്നു എന്നുള്ളത് റിയലൈസ് ചെയ്യണമെങ്കിൽ ആളുകൾക്ക് സയൻസിനോടുള്ള ആശ്രയത്തിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് എർത്തിൻ്റെ ഷേപ്പിൽ നിന്നാണ്. അങ്ങനെ ഇൻ്റർനാഷണൽ നോൺ വാക്സിനേറ്റഡ് ആളുകളെല്ലാം അവിടെ നിന്നാണ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സയൻറ്റിസം, ദ റിലീജിയൻ ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഈസ് ഫേക്ക് എന്ന് തെളിയിക്കാൻ. അപ്പം അതിലോട്ട് നമുക്ക് വരാം. അപ്പം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ എൻടൈൻമെൻറ്റിനെ കുറിച്ചുള്ളൊരു ഓവറോൾ ഐഡിയ കിട്ടത്തില്ല. അപ്പം ഈ അണ്ടർഗ്രൗണ്ട് വെള്ളത്തിൻ്റെ അടിയിലുള്ള ആളുകളെ പറ്റി ആണേലും, അണ്ടർഗ്രൗണ്ട് സിറ്റീസിലുള്ള ആളുകളാണേലും, അൺചാർട്ടഡ് ഐലൻഡ്സിലുള്ള ആളുകളാണേലും അതൊക്കെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, അത് ശരിയാണോ, അപ്പം അതാണോ എർത്ത് സ്പിയറാണോ, ഇതൊക്കെ അറിയണമെങ്കിൽ വി ഓൾവേസ് ഗോ ബാക്ക് ടു ബൈബിൾ എന്നുള്ളതാണ്. ഇതൊന്നും ബൈബിളിലില്ലെങ്കിൽ ഞാൻ പറയത്തില്ല. അപ്പം ഇയ്യോബ് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന നീല കളറിൽ അത് ദാറ്റ് ഈസ് കോൾഡ് ഫേർമമെൻറ്റ്. ഓക്കെ, ബൈബിൾ പറയുന്നു. മലയാളത്തിലെല്ലാം ആകാശം എന്ന് പറയുന്നുണ്ട്, ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പാടും. അപ്പോൾ ഈ നീല കളറിൽ കാണുന്നതിനെ ഇയ്യോബ് പറയുന്നത് മോൾട്ടൺ ഗ്ലാസ് പോലെ ഇറ്റ്സ് വെരി തിക്കെന്നാണ്. മറ്റൊരു വാക്യമുണ്ട്, ദൈവം പറയുന്നു ഐ ഹാവ് സെറ്റ് ബോർഡേഴ്സ് ആൻഡ് നോബഡി ക്യാൻ ക്രോസ് ഇറ്റ്. ഈ ഭൂമിയിൽ ഞാൻ അതിര് വെച്ചിട്ടുണ്ട്, അത് വിട്ട് ആർക്കും പോകാൻ പറ്റത്തില്ല, ഒരിടത്തോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവർ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത്.
ഞാനൊരു വീഡിയോ ആവശ്യമുള്ളവർക്ക് തരാം. ഹിലാരി ക്ലിൻ്റൺ ആണ് ഇൻചാർജ് ഇപ്പോഴും. വേൾഡിലെല്ലാം സ്പേസ് ഏജൻസീസ് അവരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. എല്ലാ രാജ്യങ്ങളെയും സ്പേസ് ഏജൻസീസിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് റോക്കറ്റ് മുകളിലേക്ക് വിക്ഷേപിക്കുക എന്നുള്ളത്. റോക്കറ്റ് അയക്കുന്ന എന്തിനാണ്? ഈ ഡോം പൊട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഹിലാരി ക്ലിൻ്റൺ തന്നെ പല വീഡിയോസിലും പല സ്ഥലത്ത് പറയുന്നതുണ്ട്, ആരെങ്കിലും എന്നെങ്കിലും ഈ ഡോം പൊട്ടിക്കും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തെളിവാണ്, നമ്മൾ പറയുന്നതിൻ്റെ അഡീഷണൽ തെളിവുകളാണ്. ഇപ്പോൾ ഓൾറെഡി ഈ നീല കളറിൽ നമ്മൾ കാണുന്നതിന് 18 മില്യൺ ക്രാക്സ് ഉണ്ടെന്ന് പുള്ളിക്കാരി പറയുന്നു. അപ്പോൾ ഈ നീല കളറിൽ കാണുന്ന ഇസ് എ സോളിഡ് സബ്സ്റ്റൻസ്. ഇവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നത് ഭൂമി 16,000, ശ്രദ്ധിച്ച് കേൾക്കണം, ഇപ്പം പ്രത്യേകിച്ച് എൻ്റെ ലൈവ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, 16,000 കിലോമീറ്റർ സ്പീഡിൽ ഈ ഭൂമി ഓടുന്നെന്നാണ് പറയുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിനവർ പല തിയറിയും പറയും. അത് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ചെറിയ അനക്കം, ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിലും ചെറിയ അനക്കം ഫീൽ ചെയ്യുവേ. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാമേ നമ്മൾ മൂവ് ചെയ്യണത്. ഇത് നമ്മൾ നോക്കുമ്പോൾ മൂവ് ചെയ്യുന്ന എവിടെയെങ്കിലും കാണുന്നു, അനക്കം ഫീൽ ചെയ്യുന്നുണ്ടോ? 16,000 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നെങ്കിൽ പിന്നെ 16 കിലോമീറ്റർ പെർ അവർ കാറ്റിനെ നമ്മൾ എന്തിനു പേടിക്കണം? മനസ്സിലായോ? ഇത് ഒരുമിച്ച് ഞാൻ പറയണം, നിങ്ങൾക്ക് ക്ലിക്കാവാൻ. ഇത് ഒറ്റയടിക്ക് ആർക്കും മനസ്സിലാവത്തില്ല, പല പ്രാവശ്യം കേട്ട് ആകുമ്പം ക്ലിക്കാവത്തുള്ളൂ. അപ്പം ഓക്കെ, അപ്പോൾ അങ്ങനെ മനുഷ്യരല്ലാത്ത ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവരൊക്കെ എവിടെ എന്ന് മനസ്സിലാവണമെങ്കിലാണ് ഇവർ പറഞ്ഞിരുന്ന, ഇത്രയും കാലം നമ്മളോട് പറഞ്ഞിരുന്ന സയൻറ്റിഫിക് ലോസും തിയറീസും ഒക്കെ തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയും. എർത്തിൻ്റെ മെഷർമെൻറ്റ്, സർക്കംഫറൻസ്, സൂര്യൻ്റെ ദൂരം, ഇതെല്ലാം ഒരു സൈറ്റനിക് റിച്വലായിട്ട് അവർ 6-ൻ്റെയോ 66-ൻ്റെയോ 66-ൻ്റെയോ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ യൂസ് ചെയ്ത് സൈറ്റനിക്കലി ഫോം ചെയ്യുന്ന ഒരു നമ്പേഴ്സാണ്. ഉദാഹരണത്തിന് എർത്തിൻ്റെ ടിൽറ്റ് 23.4 ആണ് പറയുന്നത്. അപ്പോൾ ഈ 23.4 ഇവരെങ്ങനെ ഡിസൈഡ് ചെയ്തു? അപ്പോൾ എൻ്റെ കയ്യിലൊരു പവർ ബാങ്ക് ഉണ്ട്. ഞാൻ ഈ പവർ ബാങ്ക് 23.4 ആംഗിളിൽ പിടിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് 23.4 ആംഗിളിൽ പിടിക്കാം. ഒരു ബുക്ക് 23.4 ആംഗിളിൽ പിടിക്കുകയെന്ന് പറഞ്ഞാൽ പിടിക്കാം. ഇത് റെക്ടാങ്കുലർ ഷേപ്പാണ്. ഒരു സ്ക്വയറിനെ എടുത്തിട്ട് 23.4 ഡിഗ്രിയിൽ പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കാം. ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് 23.4 ഡിഗ്രി പിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് പിടിക്കാം. ഞാൻ നിങ്ങൾക്കൊരു ബോൾ തരും, ആ ബോൾ 23.4 ഡിഗ്രിയിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ ഡിബേറ്റിന് നമ്മളത് പറയുമ്പോൾ ദാറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ. എല്ലാം ഇമാജിനറിയാണ്. ആ ഇമാജിനറി ലൈൻ കൊണ്ട് ഇവരെന്തോ ഉദ്ദേശിക്കുന്നു? ദേ വാണ്ട് ടു സപ്പോർട്ട് ബിഗ് ബാങ്, എവല്യൂഷൻ. ഏത്യസത്തെ സപ്പോർട്ട് ചെയ്യണം. ഒറ്റയെണ്ണം ബൈബിൾ വായിക്കരുത്, ഒറ്റയെണ്ണം സത്യദൈവത്തിലേക്ക് വരരുത്. അതിന് കളവ് പ്രചരിപ്പിക്കാൻ ഈ ഭൂമി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും വാക്വം അറ്റ്മോസ്ഫിയറിനെ വലിച്ചെടുക്കാതെ സ്പേസ് ഉണ്ടെന്നും വാക്വം അറ്റ്മോസ്ഫിയറിനെ പിടിച്ചെടുക്കാത്തതിന് കാരണം ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ലോസും തിയറീസ്. ഇവരെങ്ങനെ ഈ ഇമാജിനറി ലൈൻ, ഒരു ബോളിന് എന്തോന്ന് ഡിഗ്രിയാണ്? 23.4 ഡിഗ്രിയിൽ ആര് പിടിക്കാൻ? എന്ത് ഇമാജിനറിയാണ്? അപ്പം അതിന് പല കാര്യങ്ങളും ഇവർ കൊണ്ടുവന്നിട്ട് ഓരോ പ്രാവശ്യം ഫ്ലാറ്റ് എർത്തേഴ്സ് ഓരോ രീതിയിൽ കാലങ്ങളായിട്ട് ഡിബേറ്റുകൾക്ക് ജയിക്കുമ്പോൾ അവർ പുതിയ ലോയും തിയറിയും കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഈ 23.4 എങ്ങനെ ഫോം ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6-ൻ്റെയോ 66-ൻ്റെയോ 66-ൻ്റെയോ അഡീഷൻസോ സബ്ട്രാക്ഷൻസോ മൾട്ടിപ്ലിക്കേഷൻസോ ഹിഡൻ വാല്യൂ ചേഞ്ചസിലോ ഒക്കെ ഇത് ഒളിഞ്ഞു കിടപ്പുണ്ട്. 90 ഡിഗ്രീസ് മൈനസ് 23.4 നിങ്ങൾ ചെയ്തു നോക്കി. 90 ഡിഗ്രീസ് മൈനസ് 23.4, you get 666. അത്രയേ ഉള്ളൂ. ഈ ഫേക്ക് വാല്യൂസ്,
ഫോം ചെയ്യുന്നത് തന്നെ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സേറ്റനിക് റിച്വലാണ്. അപ്പം 90 മൈനസ് 666 നിന്നാണ് 23.4 ഫോം ചെയ്തത്. അതുപോലെ തന്നെയാണ് സണ്ണിൻ്റെ ഡിസ്റ്റൻസും സർക്കംഫറൻസും റേഡിയസും ഒക്കെ ഡിഫറെൻറ്റ് വാല്യൂസിലേക്ക് മാറ്റുമ്പോൾ യു ഗെറ്റ് അഡീഷൻസ് ഓർ സബ്ട്രാക്ഷൻസ് ഓർ മൾട്ടിപ്ലിക്കേഷൻസ് ഓഫ് 6 ഓർ 66 ഓർ 666. അല്ലെങ്കിൽ ആ വാല്യൂവിൽ എവിടെയെങ്കിലും 3 6 വരും, അല്ലെങ്കിൽ 2 6ഉം ബാക്കി വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഒരു 6 വരിക. ഇങ്ങനെയൊക്കെ ഇറ്റ്സ് ഭയങ്കര സ്ട്രാറ്റജിക്കാണ്. ഈ റോക്കറ്റെല്ലാം വിടുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ടി മൈനസ്. ഞാൻ ഇൻഡിവിജ്വലി പല ലൈവിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ഈ ഒരു ലൈവിൽ ഞാൻ അതും കൂടെ ചേർത്ത് പറയാം. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഇതിൽ വരും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ നിങ്ങൾക്കത് തമ്മിൽ ക്ലിക്കാവത്തു. അപ്പം റോക്കറ്റ്സ് അയക്കുന്ന സമയത്ത് ടി മൈനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സേറ്റനിക് റിച്വൽ. എന്താണ് സേറ്റനിക് റിച്വൽ? സേറ്റൻ എന്ന വാക്കിൽ നിന്ന് ടി മാറ്റി എന്നുള്ളതാണ്. എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത ലെറ്റേഴ്സാണ് നാസ. ഇറ്റ്സ് എ പ്യുവർ ഈവിൾ. ഇവിടെ ഷിപ്പ് പോയപ്പം കടലിൻ്റെ അടിയിലെ കേബിൾ കട്ടായി, അതുകൊണ്ട് ഒരു രാജ്യത്തിന് മുഴുവൻ ഇൻ്റർനെറ്റ് പോകുന്നു. അപ്പോൾ ഇവർ ഈ മുകളിൽ ഉണ്ടെന്ന് പറയുന്ന സാറ്റലൈറ്റ് എവിടെ പോയി? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. മൂണിലെത്തിയപ്പോൾ പ്രസിഡൻറ്റ് മൂണിൽ ഫോണിൽ നിന്ന് വിളിച്ച് 1969 ഫോണിൽ നിന്ന് വിളിച്ച് 3 വരെ പോയെങ്കിൽ പിന്നെ എന്തിനാണ് എവറി 3 കിലോമീറ്റേഴ്സ് ദർ ഇസ് എ ടവർ. 1969 മൂണിൽ ആൾ ലാൻഡ് ചെയ്തപ്പോൾ പ്രസിഡൻറ്റ് അസ്ട്രോണറ്റുമായിട്ട് സംസാരിച്ചെങ്കിൽ റേഞ്ച് അങ്ങ് വരെ പോയെങ്കിൽ വൈ ഡു വി നീഡ് every 3 kilometers a tower? കപ്പലിൻ്റെ ട്രാവലിൽ സീബഡി കിടക്കുന്ന വയറൊന്നും കട്ടാവത്തൊന്നുമില്ല. എങ്ങനെ കട്ടായും ദൈവത്തിന്. അത്ര ആഴത്തിൽ എന്തു പോകാനാണ്? സോ ഷാർക്ക് കടിച്ചതോ എന്ത് സംഭവിച്ചോ ആവട്ടെ, ദ ഹോൾ കൺട്രി ലോസ്റ്റ് ഇറ്റ്സ് പവർ. അല്ലെങ്കിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന കൺട്രീസ് ലോസ്റ്റ്, ദ വെന്റ് ഇൻ ടു ബ്ലാക്ക് ഔട്ട്. സാറ്റലൈറ്റ്സ് ഉണ്ടെങ്കിൽ സംഭവിക്കില്ലല്ലോ. സോ ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ചേർത്തെടുക്കുമ്പോഴേ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. ചുമ്മാ അല്ല 240 വാക്യം ബൈബിളിൽ. ഭൂമിയെ സ്ഥിരമാക്കി വെച്ചിരിക്കുന്നു, അത് അനങ്ങുന്നില്ല, അത് ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് മനസ്സിലാകാത്ത ഇൻ്റർപ്രിറ്റേഴ്സ് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. അത് അതിനെക്കുറിച്ചല്ല പറയുന്നത്, അത് ദൈവത്തിൻ്റെ വല്ലഭത്വത്തെയും, അത് മെറ്റഫറാണ്. അറിഞ്ഞൂടാത്തതെല്ലാം മെറ്റഫറും. എന്ത് ചെയ്യാൻ പറ്റും? സോ എല്ലാവർക്കും മനസ്സിലാവുന്ന ടോപ്പിക്കല്ല ഇത്. യുനോ ടുഡേ ഐ എം ഇവാഞ്ചലൈസിങ് ദ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള ലെവലിലാണ് എൻ്റെ അവസ്ഥ. എല്ലാം അറിയാൻ തികഞ്ഞവരാണെന്ന് ചിന്തിക്കുന്നവരെ വെളിപ്പാട് 13 പഠിപ്പിക്കേണ്ടി വരുന്നു, ഡാനിയേൽ 9 യാഥാർത്ഥ്യം പഠിപ്പിക്കേണ്ടി വരുന്നു, 2 തെസ്സലോനിക്കർ 2 യാഥാർത്ഥ്യം പഠിപ്പിക്കേണ്ടി വരുന്നു. ഇറ്റ്സ് സാഡ് സിറ്റുവേഷൻ. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് ദൈവം പറഞ്ഞു. അവസാന കാലത്ത് ഉണർവുണ്ടാവുമെന്നല്ല യേശു പറഞ്ഞു. അവസാന കാലത്ത് ഞാൻ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിച്ചത്. സോ അണ്ടർസ്റ്റാൻഡ്. സീ ലെവൽ എന്ന് പറഞ്ഞാൽ സീ ലെവൽ. ഈ ഭൂമി ഉരുണ്ടതാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം നമ്മൾ സ്ഫിയർ എടുക്കും. സ്ഫിയറിൽ ഇന്ത്യ എങ്ങനെ വരും? ഇങ്ങനെ വളഞ്ഞ ഷേപ്പിൽ വരും അല്ലേ? കന്യാകുമാരി ടു മഹാരാഷ്ട്ര താഴത്തെ വളവിലും, മഹാരാഷ്ട്ര ടു കാശ്മീർ മുകളിലത്തെ വളവിലും വരും. ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ഷേപ്പ്. പക്ഷെ കന്യാകുമാരിയിൽ നിന്ന് ട്രെയിനിൽ കയറിയാൽ ജമ്മു കാശ്മീർ വരെ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. വേർ ഇസ് ദ കർവ്? അത് ഭയങ്കര നീണ്ട ലാൻഡാണ്. അത് നമുക്ക് എത്ര ട്രാവൽ ചെയ്താലും അറിയാൻ പറ്റില്ല. അത് മോളിൽ നിന്ന് നോക്കിയാലേ അറിയാൻ പറ്റും. ട്രിവാൻഡ്രത്തുനിന്ന് നിങ്ങൾ പ്ലെയിനിൽ കയറുക, സീറ്റ് ബെൽറ്റ് സൈൻ കാണും. പൈലറ്റ് പറയും വി ആർ അസെൻഡിങ്, യു പുട്ട് ഓൺ സീറ്റ് ബെൽറ്റ്സ്. നേരെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് മാറ്റും, ഹെയർ ഹോസ്റ്റസ് എണീക്കും, ഫുഡ് വിളമ്പും. ചെന്നൈയിൽ എത്തുന്നത് വരെ ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. ഇടയ്ക്ക് വെതറിൻ്റെ ഇഷ്യൂസ് ഇല്ലെങ്കിൽ ദേ ഡോണ്ട് പുട്ട് സീറ്റ് ബെൽറ്റ്.
പിന്നെ ഡിസെൻഡിങ്ങിന് മാത്രമേ ഉള്ളൂ സീറ്റ് ബെൽറ്റ്. പ്ലെയിൻ ഈവൻ 1 ഡിഗ്രി ആംഗിൾ ചരിച്ചാൽ യു നീഡ് സീറ്റ് ബെൽറ്റ്. അതും ഒറ്റയടിക്ക് ഇങ്ങനെ അല്ല, അത് കുറേ ട്രാവൽ ചെയ്താണ് ആ ഡിസെൻഡിങ് ചെയ്യുന്നത്. അതിപ്പോൾ ചെന്നൈയിൽ നിന്ന് നിങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് ന്യൂയോർക്കിൽ പോകാനാണേലും അസെൻഡിങ് കഴിഞ്ഞാൽ 1 hour ആയാലും 2 hours ആയാലും 10 hours ആയാലും 12 hours ആയാലും ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ നിന്ന് ഗൾഫിൽ പോകാനായാലും ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. എവിടെ വളവ്? യു എന്ന് ഞാൻ പറയുന്നില്ല, വി ഹാവ് ബീൻ ഡിസീവ്ഡ്. നമ്മളെ കൊച്ചിലെ പഠിപ്പിച്ചെല്ലാം തെറ്റാണ്. ഓൾ ദ കാൽക്കുലേഷൻസ് ഇറ്റ്സ് എ സേറ്റനിക് റിച്വലിൻ്റെ ഭാഗമായിട്ട് ഇത് സേറ്റനിക്കലി ഫോംഡ്. എല്ലാ പ്രാവശ്യവും ടി മൈനസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സേറ്റനിക് റിച്വൽ ഡെഡിക്കേഷൻ ടു ബ്രേക്ക് ദ ഡോം. നമ്മൾ മോളിൽ നോക്കുമ്പോൾ കാണുന്ന നീല കളറിലെ കവറിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നത്. അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയോ 1 kg/cm². എങ്ങനെയാണ് എയറിന് പ്രഷർ ഉണ്ടാകുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ എ എൻക്ലോസ്ഡ് സിസ്റ്റം. എയർ ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ പ്രഷർ ഉണ്ടാവുമോ? പ്രഷർ ഉണ്ടാവില്ല. നമ്മൾ ബലൂണിൻ്റെ അകത്ത് എയർ ഊതുമ്പോഴാണ് അതിനൊരു പ്രഷർ ഉണ്ടാകുന്നത്. ലിക്വിഫൈഡ് പെട്രോളിയം എന്ന് പറയുന്നത് എയറിനെ പ്രഷർ അപ്ലൈ ചെയ്ത് അതിനെ ലിക്വിഫൈഡ് ആക്കി വെച്ചിരിക്കുന്നു. റിലീസ് ചെയ്യുമ്പോൾ എയർ പുറത്ത് വരും. ഇറ്റ്സ് പ്രഷർ അപ്ലൈഡായിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറിയതാണ് എന്ന് പറയുന്ന പോലെ ഇത് കവറിങ്ങിൻ്റെ അകത്ത് ഈ അറ്റ്മോസ്ഫിയർ നിൽക്കുന്നതുകൊണ്ടാണ് ദർ ഇസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതിൻ്റെ ഫോഴ്സ് ഭയങ്കരമാണ്. ബലൂണിൻ്റെ അകത്ത് എയറിൻ്റെ ഫോഴ്സ് ഉള്ളതുപോലെ നമ്മൾ LPG ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ നോബ് തുറക്കുമ്പോൾ എയർ പ്രഷറിൽ പുറത്തേക്ക് വരുന്ന പോലെ ഈ നമുക്ക് ചുറ്റുമുള്ള എയറിന് നല്ല പ്രഷറുണ്ട്. ആൻഡ് ഇറ്റ്സ് കവേർഡ് വിത്ത് എ ഡോം. ദൈവം സൃഷ്ടിക്കുമ്പോൾ എങ്ങനെയാണ്? വെള്ളത്തിന് വിധാനത്തിന് കീഴെയുള്ള വെള്ളവും വിധാനത്തിന് മുകളിലുള്ള വെള്ളത്തെയും സെപ്പറേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഈ നീല കളറിൽ മുകളിൽ കാണുന്നത് മോൾട്ടൺ തിക്ക് ഐസാണ്. ഇത് വന്ന് ഇങ്ങനെ എർത്തിൽ എൻഡ് ചെയ്യുന്നിടത്ത് തുരന്ന് ക്രോസ് ചെയ്യാൻ ആളുകൾ നോക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഐസ് വാളും കഴിഞ്ഞാണ് കേട്ടോ ഈ ഫെർമമെൻ്റ് ബ്രേക്ക് ചെയ്ത് പോകാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ആടെ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ലിവിങ് തിങ്. പക്ഷെ നമ്മളെ പറ്റിക്കാൻ എന്തോ ബ്ലൂ കളർ സ്കാറ്റേഴ്സ് ദ മോസ്റ്റ് അക്കോർഡിംഗ് ടു വിബ്ജിയോറിൻ്റെ അടിസ്ഥാനത്തിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, റെഡ് ആണെങ്കിൽ വയലറ്റല്ലേ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യണം അല്ലേ? വയലറ്റല്ലേ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യണം. പക്ഷേ വി ആർ സീയിങ് ബ്ലൂ കളർ ബിക്കോസ് ഇറ്റ് ഈസ് ബ്ലൂ. കാരണം എന്ത്? വിധാനത്തിന് മുകളിലുള്ള വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് വെളിപ്പാട് 10 ഭാവിയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഒരു കാല് സമുദ്രത്തിൽ ഒരു കാല് കരയിലും ആകാശത്തേക്ക് കൈ ഉയർത്തുന്നു. അതായത് ഈ ഫെർമമെൻറ്റിനെ ചുരുട്ടി മാറ്റുന്നത് വരെ ഇതിവിടെ കാണും. ഇതിനെ ബ്രേക്ക് ചെയ്ത് ആർക്കും പോകാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടികയുടെ പുറത്ത് കയറി നിൽക്കുന്ന പോലെ ഉള്ളു, ഒരു ടെന്നീസ് ബോൾ പോലെയൊക്കെ ഉള്ളൂ ഈ ഭൂമി ചില ദൂതന്മാർക്ക്. അപ്പം അത്ര പവർഫുൾ ഒരു ദൂതൻ ഭാവിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഇതിനെ ചുരുട്ടി മാറ്റും. അപ്പോഴാണ് പിന്നെ കാലം ഉണ്ടാകത്തില്ല. നമ്മൾ ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന ടൈം ഫ്രെയിം മാറും. അപ്പോൾ ഈ നീല കളറിലുള്ളത് നീല കളറിൽ കാണാൻ കാരണം അത് നീല കളറായുണ്ടാണ്. അല്ലാതെ സ്കാറ്റേഴ്സ് മോസ്റ്റും ട്രാവൽ മോസ്റ്റും ഇല്ല. അപ്പം നമ്മൾ കടപ്പുറത്ത് നിന്നാൽ സൂര്യൻ താന്ന് പോകുന്ന പോലെ തോന്നുന്നത് നമ്മുടെ പെർസെപ്ഷൻ ഓഫ് ഐ കാരണമാണ്. നമുക്ക് ദൂരപരിധി കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിന് പരിധി ഉള്ളതുകൊണ്ടാണ്. ഇഫ് വി ഹാവ് ബൈനോക്കുലേഴ്സ്, ഭയങ്കര പവർഫുൾ ടെലസ്കോപ്സ് ഉണ്ടെങ്കിൽ ഷോറിൽ നിന്ന് നോക്കിയാൽ അപ്പോഴും സൂര്യനെ കാണാൻ പറ്റും. ഇന്ന് പവർഫുൾ ക്യാമറാസ് അവൈലബിൾ ആണ്, നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യുക. ഏറ്റവും പവർഫുൾ ക്യാമറാസ് യൂസ് ചെയ്ത് ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് മറ്റേ കോണ്ടിനെൻറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ബിൽഡിങ്സ് കാണാം. ആൻഡ് ദേ ആർ സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ്, ചരിവൊന്നുമില്ല. എപ്പോഴും മീറ്ററേജ് നമ്മൾ മുകളിൽ നിന്ന് വരുന്നതാണ് കാണുന്നത്, സൈഡിൽ കൂടെ പോകുന്നതും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. വാട്ട് ഡസ് ദറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ റെവല്യൂഷൻ ആൻഡ് റൊട്ടേഷൻ. പഴയ നിയമത്തിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ദൈവം സൂര്യനോട് നിൽക്കാൻ, ചന്ദ്രനോട് നിൽക്കാൻ പറഞ്ഞു, എർത്ത് നിർത്തിയെന്നില്ല. സോ എവറിത്തിങ് ആഡപ്സ്.
നമുക്ക് അനങ്ങുന്നെന്ന് തോന്നുന്നില്ല, അല്ലേ? അനങ്ങുന്നെന്ന് തോന്നുന്നില്ല. പ്ലെയിനിൻ്റെ ട്രാവലെല്ലാം സ്ട്രെയിറ്റ്, സീ ലെവലെന്ന് പറയുന്നു. ട്രെയിൻ എത്ര ദൂരം യാത്ര ചെയ്താലും സ്ട്രെയിറ്റ്. ഊട്ടിയിലൊക്കെ പോയാൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ഇറക്കം. കയറി മാത്രം പോകുന്ന ഒരു പരിപാടി ഇല്ല. നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം, നമ്മൾ സ്വയം വെള്ളം എടുത്ത് വെള്ളം കേവ് ഷേപ്പിൽ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കപ്പൽ തേരി ഇറങ്ങി തേരി കയറിപ്പോണ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനൊരു സംഭവമില്ല. എവറിത്തിങ് ഈസ് ഫ്ലാറ്റ്. ആൻഡ് ദിസ് ഫ്ലാറ്റ് എർത്ത് ഈസ് വെരി ഹ്യൂജ്. നമ്മളെ ജൂപ്പിറ്ററിൻ്റെ പടമൊക്കെ കാണിച്ച് പേടിപ്പിച്ച് വെച്ചിരിക്കണം, വലിയ ജൂപ്പിറ്ററാണല്ലോ. സി, നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ വീഴുമ്പോൾ എർത്തിനൊന്നും പറ്റില്ല. എർത്തിലെ ജീവജാലങ്ങളെ അഫക്റ്റ് ചെയ്യും. കടലിലെ ജന്തുക്കൾ ചത്തുകൊണ്ടിരിക്കുന്നു, 1/3 ചാവും. നക്ഷത്രങ്ങളൊക്കെ വീഴുമ്പോൾ പലതും സംഭവിക്കും. പലതും വീഴുന്ന സ്ഥലങ്ങൾ കടലിൽ നമുക്കൊന്നും എൻട്രി പോലും ഇല്ലാത്ത കടലിലെ പല ഏരിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫൈറ്റ് നടക്കുമ്പോഴാണ് ഈ സുനാമിയും ഇതുമൊക്കെ ഉണ്ടാകുന്നത്. അത് ഹൈഡ്ര എന്ന് പറയുന്ന ക്രീച്ചറിനെ പറ്റി അറിയെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഹൈഡ്രയിലോട്ട് ഇന്ന് പറ്റുമെങ്കിൽ വരാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ എർത്ത് ഈസ് സോ ഹ്യൂജ്. ജൂപ്പിറ്റർ ഒന്നുമല്ല, ജൂപ്പിറ്ററിൻ്റെ 10,000 മടങ്ങ് വലുതാണ് എർത്ത് എന്നുള്ള റിയലൈസേഷനിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ലാവയൊന്നും അല്ല, ഇതിന് താഴോട്ട് പോകുമ്പോൾ ലാവയൊന്നും അല്ല, താഴോട്ട് വേറെ എന്തൊക്കെയോ സിസ്റ്റംസ് ഈ എർത്തിലുണ്ട്. അതുകൊണ്ടാണ് ദർ ആർ അണ്ടർഗ്രൗണ്ട് സിറ്റീസ്. ഈ ഭൂമിയുടെ താഴോട്ട് വേറെ എന്തൊക്കെയോ ഉണ്ട്, ഇത് തുറന്നു പോകാൻ പറ്റില്ലെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ അടിയിൽ വേറെ എന്തോ ടെക്നോളജി ഉണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിൽ 4 ദൂതന്മാരെ ദൈവം ബന്ധിച്ചു വച്ചിരുന്നത്. അപ്പോൾ ഈ 4 ദൂതന്മാർ ജീൻ ചേഞ്ചിൽ എക്സ്പേർട്സ് ആയിരുന്നു. നമ്മൾ ജൂഡിലെ വാക്യവും 36 ഒക്കെ കണക്ട് ചെയ്യുമ്പം ഇവരെ ദൈവം ബിക്കോസ് ഈ പറയുന്ന മറ്റ് ദൂതന്മാർ രൂപം മാറി സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ആ ഒരു ജയൻസിനെ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ആ ഒരു ജീൻ ചേഞ്ചിന് നേതൃത്വം നൽകിയ ഈ 4 ദൂതന്മാരെ ഈ കാലഘട്ടത്തിൽ അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. അഴിച്ചുകൊണ്ട് പോയെന്നുള്ളത് നമുക്ക് എന്തുകൊണ്ടറിയാം? കാരണം അത് കാഹളങ്ങളിലാണ് സംഭവിക്കുന്നത്. കലശം എത്തുമ്പോഴേക്കും യൂഫ്രട്ടീസ് നദി ഉണങ്ങിയെന്നാണ്. യൂഫ്രട്ടീസ് നദി ഉണങ്ങിക്കിടക്കുന്നു. അപ്പം യൂഫ്രട്ടീസ് നദിയുടെ കീഴിൽ സംതിങ് എൽസ് ഇസ് ദെയർ. ഇതൊന്നും മെറ്റഫറൊന്നുമല്ല, എല്ലാം റിയലാണ്. അപ്പം ഈ ജീൻ ചേഞ്ച്, വാക്സിൻ എടുത്തവർക്ക് സംഭവിക്കുന്ന ഈ ജീൻ ചേഞ്ച് വെളിപ്പാട് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 666 ബീസ്റ്റിൻ്റെ DNA സീക്വൻസാണ്. 666 എന്നുള്ള തെറ്റ്. അപ്പം 666 എന്ന് ചിന്തിച്ച് പ്രസംഗിക്കുന്ന എല്ലാവരുടെയും പ്രസംഗം അപ്പോൾ തെറ്റ്. 16-ാം നൂറ്റാണ്ടിലുള്ള KJVയിലാണ് നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ട്രാൻസ്ലേഷൻ അറിയാൻ പറ്റുന്നത്. അതിൽ കൈമേലോ നെറ്റിമേലോ എന്നല്ല, കൈക്കുള്ളിലും നെറ്റിക്കുള്ളിലും എന്നാണ്. കൈമേലും നെറ്റിമേലും എന്ന് ആക്കിയതാണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പം കൈമേലും നെറ്റിമേലും എന്നും പറഞ്ഞ് പ്രസംഗിച്ചതൊക്കെ തെറ്റി. ഇനി നാളെ ചിപ്പ് വരും എന്ന് പ്രസംഗിച്ചതും തെറ്റി. കാരണം ഓൾറെഡി കുത്തിവെച്ചവരുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് നാനോബോട്ട്സ് ഉണ്ട് വാക്സിൻ്റെ അകത്ത്. ഇതാരാ പറയുന്നത്? ഇൻ്റർനാഷണൽ ടോപ്പ് ഡോക്ടേഴ്സാണ് പറയുന്നത്. ഈ വാക്സിൻ പ്രോബ്ലമാണെന്ന് ആരാ പറയുന്നത്? mRNA കണ്ടുപിടിച്ച ആളാണ് പറയുന്നത്. അപ്പോൾ PCR ടെസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഉരച്ച് വിടുമ്പം ലൂസിഫറൈസ് ആണ് ഇവിടെ ഉരച്ച് വിടുന്നത്. എന്താണ് ലൂസിഫറൈസ്? ചേഞ്ചിങ് പീപ്പിൾസ് ഗോഡ്സ് റേസ് ഇൻ ടു സേറ്റൻസ് റേസ്. അവരെയാണ് യേശു പിന്നെ കാണുമ്പം അയ്യോ ഞാൻ അത് ചെയ്തു, ഞാൻ നോർത്തിൽ പോയി അത് ചെയ്തു, ഇവിടെ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞൂടെന്ന് പറയാൻ കാരണം അതാണ്. അതല്ലാതെ യേശുവിനെ സൃഷ്ടിച്ച എല്ലാവരും അറിയത്തില്ലേ? എല്ലാവരും അറിയാം. പക്ഷേ ജീനും മാറി വന്ന് ലൂസിഫറിൻ്റെ റേസായിട്ട് നിൽക്കുമ്പോൾ യേശു പറയും എനിക്ക് നിങ്ങളെ അറിഞ്ഞൂടാ. ക്ലിക്കാവാൻ പാടാം. വെരി സാഡ്. ആളുകളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? സോ ഈ ഒരു 5 കമ്പനികൾ ഒരു സെക്കൻഡിൽ ഒരു വാക്സിൻ ഉണ്ടാക്കണമെങ്കിൽ 5 കമ്പനികൾ
1 സെക്കൻഡിൽ ഒരു വാക്സിൻ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ എർത്തിൻ്റെ പോപ്പുലേഷൻ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി 3 ഡോസ് ഉണ്ടാക്കണമെങ്കിൽ 35 വർഷം എടുക്കും. ഇവരെപ്പോൾ ഉണ്ടാക്കി? എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കി. ഈ ടെക്നോളജി എപ്പോൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു? റുഡോൾഫ് സ്റ്റെയ്നർ, ഫിലോസഫർ, 100 വർഷം മുമ്പ് എഴുതിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഇൻ ഫ്യൂച്ചർ ദർ വിൽ ബി എ വാക്സിൻ വിച്ച് വിൽ ബി റിലീസ്ഡ് ഇൻ ദ healthy point of view, which will cut the spirituality of human mind. It will cut away the spiritual madness of humans. അപ്പം നമ്മുടെ DNA എഡിറ്റിങ്ങിനും നമ്മുടെ സ്പിരിറ്റിനെയും ബോഡിയും തമ്മിലുള്ള ഇൻ്റർ കണക്ഷനെ കട്ട് ചെയ്യുന്ന സാധനമായി കുത്തിവെച്ചിരിക്കും. അതിൽ നിന്നുള്ള എസ്കേപ്പിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ബട്ട് ദർ ഈസ് ഓൺലി എ സ്ലൈറ്റ് ചാൻസ്. ദൈവം പറയുന്നു ഇത് എടുത്തവരൊന്നും മാനസാന്തരപ്പെടുന്നില്ല എന്ന്. സോ മാനസാന്തരപ്പെട്ടാൽ ദർ ഈസ് എ ഹോപ്പ്. മാനസാന്തരപ്പെടുന്നെങ്കിൽ അതിൻ്റെ വേണ്ട റിയാക്ഷൻ എന്താണ്? നമ്മൾ അതിന് വേണ്ട ആക്ഷൻ നമ്മുടെ പ്രവൃത്തിയിലേക്ക് വരണം. കയ്യിനെ കാണിക്കുന്ന എന്താണ്? ആക്ഷൻ. നെറ്റിയെ കാണിക്കുന്ന എന്താണ്? മൈൻഡ്. അപ്പം ഒന്ന്, നമ്മൾ കറക്റ്റ് ഡിസിഷൻ എടുക്കണം. 2, കറക്റ്റ് ആക്ഷൻ. ഡീറ്റോക്സ് ആണ് കറക്റ്റ് ആക്ഷൻ. 1, മാനസാന്തരപ്പെടുക, ഡീറ്റോക്സ് ചെയ്യുക, വീണ്ടും ഡെലിവറൻസിന് ഒന്നേന്ന് സബ്മിറ്റ് ചെയ്യുക. പൂത് ഒഴിപ്പിക്കുന്ന വല്ലവരുടെ മുമ്പിൽ ചെന്നിരുന്നാൽ നിങ്ങൾക്ക് ബാധ ഇളവും. കാരണം എന്താണ്? ദിസ് ഈസ് വിച്ച് ക്രാഫ്റ്റഡ്. ഈ കുത്തിവെച്ച സാധനം വിച്ച് ക്രാഫ്റ്റഡ് വിത്ത് സേറ്റൻ. ലൂസിഫറുണ്ട്, ഹൈഡ്രയുണ്ട്, പാമ്പുണ്ട്. അതുകൊണ്ടാണ് ഇതെടുത്തവർ പാമ്പിനെ സ്വപ്നം കാണുന്നത്. കറങ്ങി 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 പാമ്പിനെയൊക്കെ കണ്ടാണ് ഇവന്മാർ കുഴഞ്ഞു വീഴുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യത്തെ തന്നെ 10 വീഡിയോയ്ക്കുള്ളിലുള്ള വീഡിയോകളിൽ അന്നേ വാക്സിനൊക്കെ ഇറങ്ങുന്ന സമയത്തെ ഞാൻ വാൺ ചെയ്തത്. ഇപ്പോൾ 75 വീഡിയോ ടെലഗ്രാമിൽ മാത്രമാണ്. സോ ഓവറോൾ ഐഡിയ ഈ കാര്യങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്തുമാത്രം വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ഐഡിയ കിട്ടത്തുള്ളൂ. എന്തുമാത്രം നമ്മൾ ചതിക്കപ്പെട്ടു, ഇതിൻ്റെ ഡെപ്ത്ത്, ചതിയുടെ ഡെപ്ത്ത്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ലൂസിഫർ കഴിഞ്ഞാൽ താഴെ, ലൂസിഫർ മാത്രമല്ല, ലൂസിഫറിൻ്റെ ട്രിനിറ്റി ഇതിലുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ ഡ്രാഗൺ എന്ന് പറയുന്നത് സേറ്റനാണ്. ബീസ്റ്റ് 1 എന്ന് പറയുന്നത് ആൻറ്റിക്രൈസ്റ്റ് അല്ല. അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ആൻറ്റിക്രൈസ്റ്റ് അല്ല, അത് ഹൈഡ്രയാണ്. അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ അടിയിലുള്ള മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഈ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏരിയ 51, ബർമുഡ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കപ്പലുകളും ഒരുപാട് പ്ലെയിനുകളെയും നശിപ്പിച്ച ലെവ്യാഥാൻ എന്ന ദൈവം വിളിക്കുന്ന, ചിലപ്പോൾ ലെവ്യാഥാൻ ഒക്കെ അതിൻ്റെ താഴെയുള്ള മൃഗമായിരിക്കാം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതോ സ്കാനിങ്ങിലൊക്കെ അങ്ങനത്തെ ഒരു ജീവിയെ തെളിഞ്ഞു എന്നൊക്കെയുള്ള വീഡിയോസ് അവൈലബിളാണ്. ഇനി അത് ഫേക്കെന്നും പറഞ്ഞ് നിങ്ങൾക്ക് മിണ്ടായിരിക്കാം. ഈ വഞ്ചനയുടെ കീഴിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് കഴിയാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. എൻ്റെ ജോലി പറയുക എന്നുള്ളതേ ഉള്ളൂ. എത്ര നിന്ദിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും തെറ്റിദ്ധരിക്കപ്പെടാനും കൾട്ടെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ കയറ്റാതിരിക്കാനും റിമൂവ് ചെയ്യാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പറയുക എൻ്റെ ജോലി. അപ്പോൾ റെവലേഷൻ 13 എന്ന് പറയുന്നത് ഇസ് ദ കീ. അതിൽ ബീസ്റ്റ് 1 എന്ന് പറയുന്ന ആൻറ്റിക്രൈസ്റ്റ് അല്ല, ഹൈഡ്രയാണ്. എങ്ങനെ നമുക്കതറിയാം? 7 തല 10 കൊമ്പ്. ഓരോ സ്വപ്നങ്ങൾ ഓരോ രീതിയിലാണ്. ദാനിയേൽ കണ്ട സ്വപ്നത്തിലെ 4 ജീവികൾ രാജ്യങ്ങളെ പവേഴ്സിനെ കാണിക്കുന്നു, ഈ ലോകത്തിലെ 1 പവേഴ്സ്. പക്ഷേ അതിൻ്റെ അർത്ഥം 4 കുതിരയും അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല. 1ാമത്തെ കുതിര എതിർ ക്രിസ്തു ആണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. സെക്കരിയാവ് കണ്ട ദർശനമായിട്ട് അതിനെ റിലേറ്റ് ചെയ്താലേ അത് മനസ്സിലാവും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ജീവികൾ എല്ലാം കിങ്ഡംസ് ആണെന്ന് തെറ്റിദ്ധരിക്കുക, അതും പറ്റത്തില്ല. ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ബീസ്റ്റിൻ്റെ കാര്യം വേറെ, വേറൊരു അധ്യായത്തിൽ പറയുന്ന ബീസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വേറെ. ക്ലിയറായിട്ട് പറയുന്നു 7 തല 10 കൊമ്പ്, അതിൻ്റെ ഒരു തല പോയി. പക്ഷെ ദാനിയേൽ കണ്ടപ്പോൾ 4ാമത്തെ ബീസ്റ്റിൽ നിന്ന് ഒരു ഹോൺ പൊങ്ങി വന്നു എന്നാണ്. അപ്പോൾ ഈ 1ാമത്തെ ബീസ്റ്റിന് 7 തല 10 കൊമ്പ്, അതിൽ ഒരു തല മുറിവേറ്റുന്നു, അതിനെ പിന്നെ സേറ്റൻ ഹീൽ ചെയ്യുന്നു.
ഇത് തന്നെയാണ് ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഹൈഡ്ര. ഇതേ ഹൈഡ്രയുടെ പാരസൈറ്റാണ് കോവിഡ് വാക്സിൻ്റെ അകത്തുള്ളത്. ഇറ്റ്സ് ഓൾ ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ ഈ ഹൈഡ്രയെ കൊല്ലാൻ പറ്റത്തില്ല, വീണ്ടും ജീവനോടെ വരും. ഈ വാക്സിൻ്റെ അകത്തുള്ള ഹൈഡ്ര പാരസൈറ്റിനെ നിങ്ങൾ എത്ര 1000 വട്ടം അതിനെ വെട്ടിക്കീറിയാലും അത് ചാവത്തില്ല. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. ഈ ഹൈഡ്ര പാരസൈറ്റ് യൂസ് ചെയ്താണ് DNA ചേഞ്ച് ചെയ്യുന്നത്, ആളുകളുടെ DNA ചേഞ്ച് ചെയ്യുന്നത്. ഈ ബീസ്റ്റ് 1ൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കുന്ന ബീസ്റ്റ് 2 പറയും. ബീസ്റ്റ് 2 ആയിരിക്കാം പാമ്പെന്ന് എനിക്ക് തോന്നുന്നു, 1000 തലയുള്ള പാമ്പ്. ഇതാണ് തൃത്വം, സാത്താൻ്റെ തൃത്വം. സേറ്റൻ, ബീസ്റ്റ് 1, ബീസ്റ്റ് 2. ബീസ്റ്റ് 1 ഹൈഡ്ര, ബീസ്റ്റ് 2 1000 ഹെഡഡ് സ്നേക്ക് ആവാം, പാമ്പുകളിലെ ഏറ്റവും ടോപ്പ് സാധനം. അവിടെ മനുഷ്യർക്കൊന്നും സ്ഥാനം, ട്രിനിറ്റിയിൽ ദൈവത്തിൻ്റെ ട്രിനിറ്റിയിൽ മനുഷ്യർക്ക് സ്ഥാനം ഇല്ലാത്ത പോലെ ബീസ്റ്റിൻ്റെ ട്രിനിറ്റിയിൽ, സേറ്റൻ്റെ ട്രിനിറ്റിയിൽ മനുഷ്യർക്കൊന്നും സ്ഥാനമില്ല. അതൊക്കെ സേറ്റൻ്റെ തന്നെ പഴയ പാമ്പായ സാത്താൻ. അവിടെ 2 എണ്ണത്തിൻ്റെ യൂണിയനാണ്. പിതാവായ ദൈവവും ഞാനും ഒന്നെന്ന് യേശു പറഞ്ഞ പോലെയുള്ള സാത്താനും പാമ്പുമായുള്ള യൂണിയൻ. ആ യൂണിയൻ കാരണമാണ് സാത്താന് ഏതെങ്കിലും തോട്ടത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റിയത്, പാമ്പ് വഴി. സോ ഇറ്റ്സ് എ യൂണിയൻ, അതൊരു തൃത്വമാണ്. ബീസ്റ്റ് അല്ലാതെ പോപ്പൊന്നുമല്ല. പോപ്പിൻ്റെ റോള് വേറെ. ഫോൾസ് പ്രോഫറ്റിൻ്റെ കാര്യം റെവലേഷൻ 13 ഇല്ല. റെവലേഷൻ 13 ഇമേജ് ഓഫ് ബീസ്റ്റ് 1 ആണ് ആൻറ്റിക്രൈസ്റ്റ്. അപ്പോൾ അത് ഇമേജ് എന്താണെന്നൊക്കെ സ്റ്റാച്ചു എന്നാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, സ്റ്റാച്ചു അല്ല. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയും. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പോലെ. എല്ലാം മലയാളത്തിൽ തെറ്റിച്ചാണ് വാക്കുകൾ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും തെറ്റിച്ച് പ്രസംഗിക്കുന്നത്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്, ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ഫാദർ എന്ന് പറയുന്ന പോലെ ഹൈഡ്രയുടെ ഇമേജാണ് ആൻറ്റിക്രൈസ്റ്റ്. അപ്പം ഹൈഡ്രയെ ക്ലോൺ ചെയ്തുണ്ടാക്കിയ ആളാണ് ട്രംപ്. അതാണ് ട്രംപിൻ്റെ ഒരു റീസെൻ്റ് വീഡിയോ ഉണ്ട്. ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, ഫേസ്ബുക്കിൽ ഞാനത് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ട്രംപിൻ്റെ അതേ ഫേസുള്ള, ട്രംപിനെ പോലെ തന്നെ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ. ഇത് ഫേക്കെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തള്ളാൻ കേട്ടോ, വേണമെങ്കിൽ കുത്തിയിരുന്ന് നോക്കുക. അപ്പോൾ ട്രംപ് ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രയുടെ ക്ലോണാണ്, അതായത് ഈക്വൽ ടു സേറ്റ്. അപ്പോൾ ക്ലോണിങ്ങിനെ പറ്റി പഠിച്ചാലും മനസ്സിലാവും. മോഹൻലാലിൻ്റെ ക്ലോണുണ്ട്, ഒരുപാട് ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെ ക്ലോണുണ്ട്, ഹൈബ്രിഡ്സിന് ക്ലോണുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന സിമ്പിൾ പരിപാടിയൊന്നുമല്ല നമുക്ക് ചുറ്റും നടക്കും. അപ്പം ബീസ്റ്റ് 2 ഉണ്ടാക്കാൻ പറയും, എന്നിട്ട് അതിന് ഇമേജ് അതിന് ജീവൻ നൽകിയെന്നാണ്. അപ്പോൾ ക്ലോണിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ബോഡി ഏത് പ്രായത്തിൽ, അതായത് എൻ്റെ ഏത് പ്രായത്തിലുള്ള രൂപം വേണോ അവർ ഉണ്ടാക്കിത്തരും, അതിന് എന്ത് കളർ വേണം, ഏത് പ്രായത്തിലുള്ള ലുക്ക് വേണം, കറക്റ്റ് അതേപോലെ ഉണ്ടാക്കും. ഉണ്ടാക്കിയ ആളിങ്ങനെ കിടക്കണ കാണാം, ജീവനില്ലാതെ കിടക്കണ കാണാം. പിന്നെ അതിന് അപ്പം എൻ്റെ സെല്ലിൽ നിന്ന് എടുക്കുമ്പം 23 ക്രോമസോംസേ ആയുള്ളൂ, ഇനി വേറെ 23 വേണം. അവിടെയാണ് എല്ലാ ക്ലോൺസിലും ഈ പറയുന്ന അഡീഷണൽ 23 ക്രോമസോംസ് ഈസ് ടേക്കൺ ഫ്രം സേറ്റൻ ഹിംസെൽഫ് എന്നുള്ളത്. അത് ആ സേറ്റൻ ലീനിയേജിലോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു 23 ക്രോമസോമും കൂടെ വരുന്നതാണ് അതിന് ലൈഫ് ഉണ്ടാകുന്നത്. അപ്പം ട്രംപ് എന്ന് പറയുന്നത്, ട്രംപിനെ ക്രിയേറ്റ് ചെയ്തത് ആരൊക്കെ ചേർന്ന്? സേറ്റനും. കാരണം ലൈഫ് കൊടുത്തത് ഒരാൾ, ഹൈഡ്രയുടെ ക്ലോൺ, ലൈഫ് കൊടുക്കുന്നത് വേറൊരാൾ. ഇതെല്ലാം നേതൃത്വം നൽകിയത് സാത്താൻ. സോ ട്രംപ് വാസ് ക്രിയേറ്റഡ് ബൈ സേറ്റൻ, ഹൈഡ്ര ആൻഡ് ബീസ്റ്റ് 2. ബീസ്റ്റ് 2 സ്നേക്ക് ആകാം എന്നാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് ഷുവർ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കള്ളപ്രവാഹൻ്റെ കാര്യം വേറെ സ്ഥലത്താണ് പറയുന്നത്. മനസ്സിലാവാൻ പാടാം. എനിക്ക് മനസ്സിലായതുപോലും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അറിഞ്ഞൂടാത്തവർക്ക് ടെലഗ്രാമിൽ ദ ഇമേജ് ഓഫ് ദ ബീസ്റ്റ് എന്നുള്ള ആൻഡ് ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്നുള്ള നമ്മുടെ വീഡിയോ കാണുക. ഞാനിതിൽ കുറച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, പക്ഷേ അതിൽ ക്ലോണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ കാണുക. ഓക്കെ, എന്താണ് ക്ലോണും, ക്ലോണിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഡെപ്തിലാണ് ഈ കളി.
അപ്പോൾ അതാണ് റെവലേഷൻ 13 റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഹൈബ്രിഡ്സിനെ കുറിച്ച് അറിയുകയും ബീസ്റ്റ് 1 എന്ന് പറയുന്നത് ഹൈഡ്രയാണെന്നൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹൈഡ്ര എവിടെയുണ്ട്? ഹൈഡ്ര അറ്റ്ലാന്റിസിൻ്റെ പ്രൊട്ടക്ടറാണ്. ഹൈഡ്ര ഹൈബ്രിഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലത്താണുള്ളത്. നമ്മുടെ ഇവിടുത്തെ അനന്തനെ പോലെ, 1000 തലയുള്ള പാമ്പിനെ പോലെ. അതൊരു ജീവിയാണ്. അയ്യോ ഇല്ല, 7 തല 10 കൊമ്പെന്ന് പറഞ്ഞാൽ 10 യൂറോപ്യൻ കൺട്രീസ് 7 മലയുടെ ഇടയിൽ നിന്ന് ഒരു പവർ വരും. അതും നോക്കിയിരുന്നു. കാരണം തൊട്ടപ്പുറത്തെ അധ്യായത്തിൽ 7 തലയും 10 കൊമ്പ് ഡ്രാഗണും ഉണ്ട്. അത് വായിച്ചിട്ടില്ലാത്തവനല്ലേ ഇങ്ങനെ പൊട്ടത്തെറ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. 7 തല 10 കൊമ്പിനെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കാരണം തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ ഡ്രാഗൺ 7 തല 10 കൊമ്പ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തൂടെ? ഇറ്റ്സ് വെരി സാഡ്. ഇപ്പം ഫ്രം ബോട്ടംലെസ് പിറ്റ് ഇഷ്ടംപോലെ ലോക്കസ്റ്റുകൾ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ആ ലോക്കസ്റ്റുകളുടെ രാജാവ്, എല്ലാവരുടെയും വിചാരം ഈ ബോട്ടംലെസ് പിറ്റൊക്കെ അവരവരുടെ വീട്ടിൻ്റെ മുമ്പിൽ, കത്തോലിക്ക പള്ളിയുടെ മുമ്പിലോ, യാക്കോബ പള്ളിയുടെ മുമ്പിലോ, ഓർത്തഡോക്സ് പള്ളിയുടെ മുമ്പിലോ, IPC പള്ളിയുടെ മുമ്പിലോ, സംഘടനയുടെ മുമ്പിലോ, ഓവർസിയറിൻ്റെ വീട്ടിലോ വന്ന് എതിർ ക്രിസ്തു വെളിപ്പെടുമെന്നാണ് ഓരോരുത്തരുടെ തെറ്റിദ്ധാരണ. ഇറ്റ്സ് വെരി സാഡ്. അങ്ങനെയൊന്നുമല്ല. ഈ ബോട്ടംലെസ് പിറ്റൊക്കെ എവിടെയോ സംഭവിക്കുന്നു. പക്ഷെ അത് മനസ്സിലാക്കുന്നത്, ഞാൻ ഇൻ്റർപ്രിട്ടേഷൻ്റെ കാര്യം പറയും. ഈ ബോട്ടംലെസ് പിറ്റിൽ നിന്ന് വെട്ടുക്കിളികൾ ഇങ്ങനെ പറന്ന് പോരും. അതിൻ്റെ രാജാവാണ് അപ്പല്യോൺ എന്ന് എഴുതിയിരിക്കും. ഓക്കെ, ഇതിനെങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും? ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പഴയ നിയമത്തിൽ വെട്ടുക്കിളികൾക്ക് രാജാവില്ല എന്ന വാക്യം വായിച്ചിട്ടില്ലാത്തവന് ഇതിനെ റോങ് ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വെട്ടുക്കിളിയല്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള എഴുത്ത്? ടു കൺഫ്യൂസ് സേറ്റൻ ആൻഡ് ടു റിവീൽ ദ ട്രൂത്ത് ടു അസ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്ക് സത്യം പഠിപ്പിക്കുന്ന ബൈബിൾ, പ്രവാചകം പഠിപ്പിക്കുന്നല്ല. നിങ്ങളുടെ ഫേവററ്റ് കൺവെൻഷൻ പ്രസംഗം പഠിപ്പിക്കുന്നല്ല, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. വേറെ വല്ലവനും പ്രസംഗിക്കുന്നതും കേട്ട് കൈയടിച്ച് തുള്ളി വീട്ടിൽ വന്ന പരിശുദ്ധാത്മാവ് എന്ത് പഠിപ്പിക്കാനാണ്? എന്ത് പഠിപ്പിക്കാൻ? സോ ഇൻ്റർപ്രിട്ടേഷൻ എപ്പോഴും ഇങ്ങനെ റിലേഷനുണ്ട്. റെവലേഷൻ 13 ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നെറ്റി എന്താണ്? ഇവിടെ അല്ല നെറ്റി. ബൈബിൾ നെറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോയിൻ്റ് ആണെന്ന് മനസ്സിലാവണമെങ്കിൽ പുറപ്പാട് 13 വായിക്കും. അവിടെയും നമുക്ക് ഈ പറയുന്ന നെറ്റിയും കൈയും ഒരുമിച്ച് കാണാം. സോ അങ്ങനെയാണ് പഠിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കീ, അതിനെ വിശദീകരിക്കേണ്ട കീ എവിടെയോ കിടപ്പുണ്ട്, അത് കണ്ടുപിടിക്കണം. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, നമ്മൾ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരുപാട് പേര് സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും എന്തുകൊണ്ട് വീണ? ഞാൻ പറയാം. ഞാൻ ഈ റേഞ്ച് കുറവുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അവിടുത്തെ വൈഫൈ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ ഒരു കമൻറ്റ് കണ്ടുള്ള സൂര്യൻ അസ്തമിക്കുന്നത് ഉദിക്കുന്നത് എന്തുകൊണ്ട് ബീന. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞോട്ടെ. അപ്പം ഒരു എക്സാമ്പിൾ, അതായത് ബെതസ്ത കുളത്തിൻ്റെ കാര്യം. എല്ലാവരും ദൈവം ഒരു ദൂതനയക്കും, അത് ഇങ്ങനെ കലക്കും, ഒരാൾ ചാടും, ഒരാൾക്ക് സുഖമാവുന്ന. ബെതസ്ത കുളത്തിലെ അത്ഭുതത്തെ ഭയങ്കര ദിവ്യമായി കൊണ്ടു നടക്കുന്ന അണ്ണന്മാരുണ്ട്. ബെതസ്ത എന്ന പുസ്തകം ഇറക്കിയവർക്ക് ഞാൻ ഈ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. മിനിസ്ട്രിക്ക് ബെതസ്ത എന്ന് പേരിട്ടിരിക്കുന്നവർക്ക് ഇതിനെയൊക്കെ തള്ളും, കേൾക്കുമ്പോഴേ തള്ളും. ശ്രദ്ധിച്ച് കേൾക്കുക. ആ അധ്യായം എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം? അവിടെ കിടക്കുന്ന ആളുടെ പ്രായമാണ് ആ ചാപ്റ്റർ തുറക്കാനുള്ള താക്കോൽ. അയാൾ അവിടെ 38 വർഷമായിട്ട് കിടക്കുന്നു. അപ്പോൾ അയാൾ ക്രൈസ്റ്റ് ജനിക്കുന്നതിനും 5 വർഷം മുമ്പേ അവിടെ കിടക്കാൻ തുടങ്ങി. ക്രൈസ്റ്റ് ജനിക്കുന്നതിന് 5 വർഷം മുമ്പേ അവൻ അവിടെ കിടക്കുന്നു. അവൻ്റെ പ്രായമാണ് ആ അധ്യായം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ കീ. ഈ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഡിഫറൻസ് മനസ്സിലായാലേ നിങ്ങൾക്ക് ഡാനിയൽ 9 ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാവും. 2 തെസ്സലോനിയൻസ് സെക്കൻഡ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെ തെറ്റ് മനസ്സിലാവും. എല്ലാവരും എവരി വൺ ഈസ് ഡിസീവ്ഡ് ബൈ സേറ്റൻ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ 5 വർഷം മുമ്പേ അവൻ അവിടെ കിടക്കുന്നു. ഈ 5 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടം? മാലാക്കി
തൊട്ട് മാലാഖി തൊട്ട് മാത്യു വരെ 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം നടക്കുകയാണ്. സ്വർഗം അടഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഈ ഭൂമിയിലില്ല. ആദ്യമായിട്ട് സ്വർഗം തുറന്ന് ദൂതം വരുന്നത് മറിയെ കാണാനും യോഹന്നാൻ്റെ അമ്മയെ കാണാനും. അതുവരെ ഒരു പരിപാടി ഈ ഭൂമിയിലില്ല. ഇരുണ്ട കാലഘട്ടം 5 വർഷം മുമ്പേ നടക്കണ പരിപാടി. അവൻ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ടേ 5 വർഷമായി. അപ്പോൾ ഇരുണ്ട കാലഘട്ടത്തിൽ സാത്താൻ ചെയ്തിരുന്ന കാര്യമാണ് ഒരു ദൂതം വന്ന് കലക്കും, ഒരുത്തനെടുത്ത് ചാടും. ഇനി ഭയങ്കര അത്ഭുതം എന്ന് വിചാരിച്ച ആളുകൾ അവിടെ പോണത് ശരിക്കും അടുത്ത കോഡ് ആട്ടുവാതിൽക്കൽ ബെഥസ്ദ കുളം. എന്താണ് ആട്ടുവാതിൽക്കൽ ബെഥസ്ദ കുളം? കുളത്തിൽ പോയി കൈയും കാലും കഴുകി ആടിനെയും കൊണ്ട് ആട്ടുവാതിൽ വഴി ആലയത്തിൽ പോയി യാഗമർപ്പിക്കേണ്ടവർ അത്ഭുതത്തിന് വേണ്ടി ഞായറാഴ്ച രാവിലെ കൈ കഴുകാൻ പോകുന്നിടത്ത് ആളുകൾ കിടക്കുന്ന കണ്ടിട്ട് ഇവിടെ എന്തോ ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ തമ്പടിച്ച് പാർക്കുന്നതാണ് ഇന്ന് നടക്കുന്ന എല്ലാ രോഗശാന്തി ശുശ്രൂഷകളുടെ പേരിൽ നടക്കുന്ന എല്ലാ വൃത്തികെട്ട പരിപാടികളും. ഇറ്റ്സ് അനദർ ജീസസ്, അനദർ ഗോസ്പൽ, അനദർ സ്പിരിറ്റ്. യാതൊരു സംശയമില്ല. ചിലർ ബെഥസ്ദ പൂളെന്ന് വരെ മിനിസ്ട്രി ഇട്ടിട്ടുണ്ട് പേര്. സാഡ്. ദൈവം ചെയ്യുകയാണെങ്കിൽ യേശുവിന് വന്നിട്ട് ദൂതമ്പ കലക്ക് എന്ന് പറയായിരുന്നു. സോ അത് ഇരുണ്ട കാലഘട്ടത്തിൽ നടന്നതാണ്. അത് അത്ഭുതമേ അല്ല, സേറ്റൻ ചെയ്യുന്നതാണ്. അതും എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഗുണ്ടകളും പരിവാരങ്ങളും കുടുംബാംഗങ്ങളും എല്ലാം ബാക്കിയുള്ളവരെ പിടിച്ചു വെച്ചിട്ട് ഒരുത്തന് മാത്രം സുഖം കിട്ടാൻ ചാടും. അപ്പം ഈ വീരപ്രവൃത്തികൾ, ഭയങ്കര പ്രവചനങ്ങൾ, ഭയങ്കര അത്ഭുതങ്ങളെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വല്ലതും നടക്കുന്നുണ്ടോ? പുറമേന്ന് താങ്കൾക്ക് തോന്നുന്ന അങ്ങനെ ഒരു സംഭവം ബൈബിളിലില്ല. അവിടെ എവിടെയാ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യണമെന്ന് ദൈവത്തിന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു നീഡുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളത്. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് അത്ഭുത സൗഖ്യം എന്നൊരു പരിപാടി ബൈബിളിലില്ല. വചനം പ്രസംഗിച്ച് അതിനുശേഷം ചിലപ്പം ആ കൊർനെല്യോസിൻ്റെ വീട്ടിൽ അവിടെ നിന്ന് ആർക്കാണ് സുഖമായത്? ഒരാൾക്ക് 4 പേര് ചേർന്ന് കൊണ്ടുവന്ന് ഇറക്കി സുഖമായി. ആ മീറ്റിംഗ് കൂടിയത് ആളുകളെ സുഖമാക്കാൻ വേണ്ടിയുള്ള മീറ്റിങ്ങൊന്നുമല്ല. ഒരാവശ്യം കണ്ടപ്പോൾ കൂടി. എത്ര പ്രാവശ്യം അപ്പം വെച്ച് അത്ഭുതം ചെയ്തു? ഈ 3.5 വർഷം യേശു പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ 5000, 7000 അങ്ങനെ 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിച്ചു. എല്ലാ മീറ്റിങ്ങിനും അപ്പം വർദ്ധിപ്പിച്ചോ? ഇല്ല. എല്ലാ മീറ്റിങ്ങിനും കണ്ടുകൂടാത്തവരെ സൗഖ്യമൊക്കെ ഇല്ല. ചെയ്യേണ്ടത് എന്താണ്? ഞായറാഴ്ച രാവിലെ ശുദ്ധീകരണം പ്രാപിച്ചു. ഈ ബെഥസ്ദയിൽ പോയി കൈയും കാലും കഴിയുന്നതിനെ കാണിക്കുന്ന ശുദ്ധീകരണം പ്രാപിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ആട്ടുവാതിൽ വഴി ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന വിശ്വാസത്തിൽ നന്ദിയോടുകൂടി ഞായറാഴ്ച രാവിലെ പോയി ആരാധിക്കുന്നതിന് പകരം അത്ഭുതം വിടുതലും പറഞ്ഞ് കള്ളപ്രവചനവും കേട്ട് സുഖമായി, ഞാൻ ടി വിയിൽ വരുമല്ലോ അതുകൊണ്ട് സുഖമായി എന്ന് പറയാം. കഷ്ടം. ഇതാണിന്ന് നടക്കുന്നത്. എല്ലാ മിറക്കിൾ ക്രൂസൈഡ്സും ബെഥസ്ദ കുളത്തിൻ്റെ സ്പിരിറ്റാണ്. ഇങ്ങനൊരു മിനിസ്ട്രി ബൈബിളിൽ ഇല്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കുക. കറക്റ്റായിട്ടുള്ള ബൈബിൾ ടീച്ചിങ് പഠിപ്പീര്, ആരാധിക്കാൻ വേണ്ടി പോവുക, കൈ ഉയർത്തി ആരാധിക്കുക. ദൈവത്തിന് സൗഖ്യമാക്കണമെങ്കിൽ സൗഖ്യമാക്കട്ടെ, ദാറ്റ് ഈസ് സെക്കൻഡറി. ഇതാണ് പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ സൗഖ്യത്തിന് വേണ്ടി പോയി ഏതെങ്കിലും മിനിസ്ട്രിയിൽ തമ്പടിച്ച് കിടക്കുന്നതിൽ കാര്യമില്ല. നീ അവിടെ കിടക്കുകയുള്ളൂ. നീ ഗതിയും പിടിക്കില്ല, നിനക്ക് രക്ഷപ്പെടാനും പറ്റത്തില്ല. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച്, അവൻ്റെ ഏജാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന പോലെ ഡാനിയൽ 9 നമുക്ക് വരാം. ഡാനിയൽ 9 ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രോബ്ലം എന്താണ്? എല്ലാവരും ആലയം പണിയുമെന്ന് നോക്കിയിരിക്കുക. ഇസ്രായേൽ ആലയം പണിയും. എസെക്കിയേൽ പ്രവചനം കണ്ടാണ്. എസെക്കിയേൽ കണ്ട ആലയത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഡാനിയൽ 9
ആലയവുമായി ഒരു ബന്ധമില്ല. മലയാളത്തിൽ ഹനനയാകും ഹോമയാകും നിർത്തലാക്കി എന്നുണ്ട്. അങ്ങനെയൊന്നും ഇംഗ്ലീഷിലില്ല. സാക്രിഫൈസ് എന്ന് ഒറ്റ വാക്കേ ഉള്ളൂ. ഇനി സാക്രിഫൈസ് എന്ന വാക്ക് പുതിയ നിയമത്തിൽ നമുക്ക് എങ്ങനെയാണ് അത് ആപ്ലിക്കബിൾ? സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഓൾഡ് ടെസ്റ്റമെൻറ്റ് മാത്രമല്ല, പുതിയ നിയമത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുക. ദാറ്റ് ഈസ് സാക്രിഫൈസ്. അതല്ല ഇൻ്റർപ്രിട്ടേഷൻ കേട്ടോ. ഇൻ്റർപ്രിട്ടേഷനിലേക്ക് ഞാൻ വരുന്നു. ഡാനിയൽ 9 ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ദാനിയേൽ 9-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, താൻ കണ്ട 4 ജീവികളിൽ 4-ാമത്തെ ജീവി അയ്യോ അതെന്താണെന്ന് മനസ്സിലാക്കാനോ അത് ഏത് കാലഘട്ടത്തിലുണ്ടാവും എന്നൊക്കെ ഉള്ള ടെൻഷനിൽ ഇനി എന്നാണ് എനിക്ക് യെരുശലേമിൽ നമ്മുടെ ജനതയ്ക്ക് പോകാൻ പറ്റുക എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുമൊക്കെ ഇരിക്കുമ്പോൾ യിരെമ്യാവിൻ്റെ ചുരുളുകളിൽ നിന്ന് 70 വർഷമാണ് മൊത്തത്തിൽ ഉള്ള എക്സൈലെന്ന് തനിക്ക് മനസ്സിലാവുന്നു എന്ന് കാണുന്നു. അങ്ങനെ പഠിച്ചു പോകുമ്പോഴാണ് ദാനിയേലിന് അവിടെ ഉള്ളത് ദ ഡെസലേഷൻ എന്ന വാക്ക്. ഡാനിയൽ 9 ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഡെസലേഷൻ എന്ന വാക്ക് മനസ്സിലായാലേ മനസ്സിലാവും. ശൂന്യത. അതിൽ മലയാളത്തിലും മ്ലേച്ഛത എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാറ്റിയും തിരിച്ചു വിട്ടിരിക്കുക. അപ്പോൾ ഡെസലേഷൻ എന്താണ്? ജെറമ്യ എന്താണ് ഡെസലേഷനെ കുറിച്ച് പറഞ്ഞത് ശബത്ത് 490 വർഷം ശബത്ത് ആചരിക്കാത്തത് കൊണ്ട് 70 വർഷം ലാൻഡിന് റെസ്റ്റ് കിട്ടിയില്ല. 70 years they were taken in exile. 70 years റെസ്റ്റ് കിട്ടിയില്ല ശബത്ത് ആചരിക്കാത്തത് കൊണ്ട്. ആ 70 years റെസ്റ്റ് കിട്ടാത്തതിന് ലാൻഡിന് റെസ്റ്റ് കിട്ടാൻ ഇവർ എക്സൈലിൽ കൊണ്ടുപോകുമ്പോൾ ലാൻഡ് ശൂന്യമായി കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശൂന്യത എന്ന് പറയുന്നത് ലാൻഡിൻ്റെ ശൂന്യത, ഡെസൊലേഷൻ ഓഫ് ദ ലാൻഡ്. ഇത് മനസ്സിലാകാത്തവർ ഡാനിയൽ 9 മനസ്സിലാകത്തില്ല. ഡെസൊലേഷനെ കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാത്തവർ ഡാനിയൽ 9 തെറ്റായിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി സാഡ്. അപ്പോൾ ഡെസൊലേഷൻ ഓഫ് ദ ലാൻഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ശബത്ത് ഫോളോ ചെയ്യുമ്പോൾ ലാൻഡ് വിൽ ബി ഡെസൊലേറ്റ്. ഇനി താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴാണ് ഈ 490 വർഷം ഇവർ ശബത്ത് ആചരിക്കാത്തത് കൊണ്ട് ഇസ്രായേലിന് വീണ്ടും ഒരു 490 years കൊടുക്കുന്നതാണ് 70 weeks ഓഫ് ഡാനിയൽ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനിപ്പോൾ അത് ഇംഗ്ലീഷിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ. ടെലഗ്രാമിൽ അടുത്ത വീഡിയോ മിക്കവാറും അതായിരിക്കും. അപ്പോൾ ഡെസൊലേഷൻ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ആക്കി അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കേണ്ടത് യെരെമ്യാ പ്രവാചകന് ദൈവം പറഞ്ഞു കൊടുത്തതുപോലെ ശബത്ത് ആസ്വദിച്ചു 70 വർഷം ആ ദേശം ശബത്ത് ആചരിക്കും, വിൽ എൻജോയ് ദ ശബത്ത്. അപ്പോൾ ഡെസൊലേഷനും ശബത്തുമായി ബന്ധമുണ്ട്. ശൂന്യത എന്ന് പറയുന്നത് ശബത്തുമായി ബന്ധമുണ്ട്. ഇനിയാണ് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഡാനിയൽ 12 പറഞ്ഞിരിക്കുന്നതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ 70 ആഴ്ചയുടെ കാര്യം പറയുകയാണ്. അവസാനം എതിർ ക്രിസ്തുവും അവൻ്റെ ആളുകളും വന്ന് പട്ടണം ആക്രമിക്കും. വിൽ ഡിസ്ട്രോയ് ദ സിറ്റി ആൻഡ് സാങ്ച്വറി. വിൽ ഡിസ്ട്രോയ് ദ സിറ്റി ആൻഡ് സാങ്ച്വറി. സാങ്ച്വറിയെ ടെമ്പിളാക്കി. നിങ്ങൾ സാങ്ച്വറിയുടെ മീനിങ് ഗൂഗിളിൽ അടിച്ചു നോക്കുക. ഇറ്റ് മീൻസ് റെഫ്യൂജ് എന്നാണ്. അതിനെ ബുദ്ധിപൂർവ്വം ഗൂഗിളിൽ പല രീതിയിൽ ഈ ഇൻ്റർപ്രിട്ടേഷനൊക്കെ മാറ്റി ഇട്ടിരിക്കുകയാണ്. ഇവർ ഇൻ്റർപ്രിട്ടേഷൻ പല രീതിയിൽ മാറ്റിയിട്ടിരിക്കുകയാണ്. ശരിക്കും റെഫ്യൂജ് എന്നാണ്. അതായത് ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്ന അഭയം, പ്രൊട്ടക്ഷൻ, അതിനെ ആക്രമിച്ചു. അപ്പം യാഗങ്ങൾ നിർത്തലാക്കിയത് മുതൽ അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ വരെ 1290 ദിവസം. സാക്രിഫൈസസ് സ്റ്റോപ്പ് ആവുന്നത് തൊട്ട് അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ വരെ 1290 ദിവസം. ഹനനയാഗം ഹോമയാഗം എന്നൊന്നും ഒറിജിനൽ തർജ്ജമയിലില്ല, സാക്രിഫൈസ് എന്നേ ഉള്ളൂ. അപ്പം നമ്മളെ സ്വയം സമർപ്പിക്കുന്നതും സാക്രിഫൈസാണ്. ശ്രദ്ധിച്ചേക്കണം, നമ്മളെ സ്വയം സമർപ്പിക്കുന്നതും സാക്രിഫൈസാണ്. ആദ്യത്തെ ലോക്ക്ഡൗൺ വന്നത്
2020 മാർച്ചിനാണ്. ആ ഡേറ്റ് ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ ആ ഡീറ്റെയിൽ കിട്ടും. ആ പോസ്റ്റ് ടോട്ടലി ആ റൈറ്റപ്പ് വരും, ആ കാൽക്കുലേഷനും വരും. മാർച്ച് 20 തോന്നും. അവിടെ തൊട്ട് 1290 ദിവസം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കൃത്യം കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ 7, 2023 വരും. കറക്റ്റ് 1290 ദിവസം കഴിഞ്ഞ് എനിക്കൊന്ന് മാർച്ച് 25 ലോക്ക്ഡൗൺ, 25 തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 1290 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒക്ടോബർ 7, 2023 വരും. എന്താണ് ഡാനിയൽ 9 ഡാനിയൽ 12 ഒക്ടോബർ 7, 2023 ആയിട്ട് കണക്ഷൻ എന്താണ്? കണക്ഷൻ ഡെസലേഷൻ എന്തെന്ന് മനസ്സിലായാൽ കണക്ഷൻ മനസ്സിലാവും. യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ദിവസം ശബത്ത് ആവാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ സബത്ത് ഡേ. ഏത്? ഒക്ടോബർ 7 ഒരു സബത്ത് ദിവസമായിരിക്കും. ദേശം ശൂന്യമായി കിടന്നു. ഇപ്പോൾ ശബത്ത് ദിവസം ശൂന്യമായിരിക്കും. എല്ലാവരും വീടുകളിലും സിനഗോഗിലുമായിരുന്നു. ദൈവഭയമില്ലാത്ത യഹൂദന്മാരെല്ലാം മറ്റേ തോന്നിയതുപോലെ ജീവിക്കുന്നവന്മാരെല്ലാം മ്യൂസിക് പരിപാടിക്ക് പോയി. അവിടെ പോയവന്മാരാണ് കൂടുതലും ചത്തുപോയത്. പക്ഷേ എങ്കിലും വില്ലേജസിലൊക്കെ കയറി ആളുകളെയൊക്കെ കൊന്നല്ലോ, നമുക്കറിയാം. അപ്പോൾ ശൂന്യമായി കിടന്ന ദേശത്തിന് അബോമിനേഷൻ ഉണ്ടാകുന്നതാണ് ആ ഫ്രേസ്. നമ്മൾ പോയി ഗ്രീക്ക് പഠിച്ചെന്ന് പറഞ്ഞ ദേവദാസന്മാർ എന്തൊരു ഗ്രീക്ക് പഠിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ആ 70 ആഴ്ച ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം പറയുന്ന ഫ്രം ഗോയിങ് ഫോർത്ത് ഓഫ് ദ കമാൻഡ്മെൻറ്റ് ടു റിസ്റ്റോർ ആൻഡ് ബിൽഡ് ജെറുസലേം. യെരുശലേം പുതുക്കി പണിയുന്ന കാര്യമാണ് പറയുന്നത്. പാപങ്ങൾക്ക് പരിഹാരം വരുത്താനും ടു forgive the iniquity and to restore and build Jerusalem and to build the street. അപ്പം പട്ടണം പണിയാനും ആ സ്ട്രീറ്റ്സ് പണിയുന്ന ടൈം തൊട്ടുള്ള ടൈം ആണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞു. യെരുശലേം ഇപ്പോൾ കാണാൻ എന്ത് അടിപൊളിയാണ്. അബോമിനേഷൻ സംഭവിക്കുന്നു, അബോമിനേഷൻ ടു ഡെസലേഷൻ. അതായത് ഒരു ശബത്ത് ദിവസം ആ ദേശം മുഴുവനും രക്തം കൊണ്ട് നിറയുന്നു, ഡെഡ് ബോഡീസ് കൊണ്ട് നിറയുന്നു, യഹൂദന്മാരുടെ ചാരം കൊണ്ട് നിറയുന്നു, യഹൂദന്മാരുടെ രക്തം കൊണ്ട് നിറയുന്നു. അതാണ് അബോമിനേഷൻ. അല്ലാതെ ഒരു പന്നിയുടെ രക്തം ആലയത്തിനകത്ത് വീഴണമെന്നല്ല. ഡാനിയൽ 9 ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടെമ്പിൾ. അനനയാഗം ഓമയാഗം ഒക്കെ തെറ്റിക്കാൻ വേണ്ടി കയറ്റിയിട്ടിരിക്കുന്ന സാക്രിഫൈസ് എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. ഓഫർ യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോക്ക്ഡൗണിൽ സംഭവിച്ചത്? സിനഗോഗുകളിലെ പ്രയർ നിന്നു, മെഷാനിക് ജ്യൂസിൻ്റെ പ്രയർ നിന്നു, രക്ഷിക്കപ്പെട്ടവരുടെ സഭകൾ നിന്നു, ക്രിസ്ത്യാനികളുടെ ചർച്ചസ് നിന്നു, ആരാധന നിന്നു. ഫസ്റ്റ് ലോക്ക്ഡൗൺ ഇൻ ഇസ്രായേൽ. അപ്പം യാഗങ്ങൾ നിർത്തലാക്കുന്നത് മുതൽ 1290 ദിവസം കഴിയുമ്പോൾ നിർത്തലാക്കുന്നത് മുതൽ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ വരെ 1290 ദിവസം. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ പൊന്നു മക്കളെ കഴിഞ്ഞു. ദേശത്തിൻ്റെ ശൂന്യതയ്ക്ക് അബോമിനേഷൻ ഉണ്ടാകും. ദേശം മുഴുവനും ഈ ബ്ലഡ് കൊണ്ടും ചാരം കൊണ്ടും ഡെഡ് ബോഡീസ് കൊണ്ടും ഈ ചത്ത സ്ത്രീകളെ വരെ വെറുതെ വിട്ടില്ല, അവരെ റേപ്പ് ചെയ്തു എന്നുള്ളത്. ദാറ്റ് ഈസ് അബോമിനേഷൻ. അവിടം തൊട്ട് 1335 ദിവസം വരെ കാത്തും വെയിറ്റ് ചെയ്തും ഇരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ കാത്തിരിക്കുന്നവരാണ് മണവാളന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ആ ഡേ തൊട്ട് ഒക്ടോബർ 7, 2023 തൊട്ട് 1335 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2027 ഓഗസ്റ്റോ ജൂലൈയോ എന്തോ വരും. ദിസ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് ഫിഗ് ട്രീ ആൾസോ. ഫിഗ് ട്രീയുടെ പ്രൊഫസിയുമായിട്ടും ഇത് ചേർന്ന് വരുന്നു. എന്താണ് ഫിഗ് ട്രീ പ്രൊഫസി? ഇസ്രായേൽ ഒരു രാജ്യമാകുമ്പോൾ ആ തലമുറയിൽ തന്നെ യേശു വരും. ഒരു തലമുറ 70 അല്ലെങ്കിൽ 80 വർഷം എന്ന് കൃത്യമായിട്ട് സങ്കീർത്തനത്തിലുണ്ട്. 1948 പ്ലസ് മെയ് 1948 പ്ലസ് 80 ഇയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2028 മെയ് വരും. മെയ് 2028 ആണ് ലാസ്റ്റ് ഡേ ഫോർ ക്രൈസ്റ്റ് ടു കം ആൻഡ് ഹെൽപ്പ് ഇസ്രായേൽ.
അതിനോട് ചേർന്ന് വരുന്നില്ല, 2027 ചേർന്ന് വരുന്നു ഡാനിയൽ പറയുന്ന ഈ ടൈം ഫ്രെയിം. എവറിത്തിങ് ഈസ് കണക്റ്റഡ്. എപ്പോൾ വേണമെങ്കിലും റഷ്യ ഇസ്രായേലിനെതിരെ ആക്രമിക്കാം, ന്യൂക്ലിയർ വാർ ഉണ്ടാകാം, എല്ലാം ഇങ്ങനെ വന്ന് വക്കിൽ നിൽക്കുകയാണ്. യൂഫ്രട്ടീസ് നദി ഉണങ്ങിക്കിടക്കുന്നു. ആളുകൾ മനസ്സിലാക്കുന്നില്ല. കാരണം എന്ത്? റോങ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാനിയൽ 9. ആലയം വന്നില്ലല്ലോ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, പെട്ടെന്ന് എപ്പോഴെങ്കിലും റാപ്ചറിൽ നമ്മളങ്ങ് പോകുമെന്ന് വിചാരിച്ചു. കുത്തുവെപ്പ് എടുത്തവർ ശ്രദ്ധിക്കണമേ. അയ്യോ, അത് എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് ഗൾഫിൽ പോകണമായിരുന്നു, ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി ഞാൻ കുത്തുവെപ്പ് എടുത്തതാണ്. അതാണ് വെണ്ടയ്ക്കസരത്ത് എഴുതിയിരിക്കുന്നത്. യു കനോട്ട് ബൈ യുവർ സെൽ. യു കനോട്ട് ബൈ യുവർ സെൽ ഗ്രോസറീസ് എന്ന് മാത്രമല്ല, യു കനോട്ട് ബൈ യുവർ സെൽ എയർപോർട്ട് ടിക്കറ്റെന്നോ, ഫ്ലൈറ്റ് ടിക്കറ്റെന്നോ, ഷിപ്പ് ടിക്കറ്റെന്നോ, ബസ് ടിക്കറ്റെന്നോ, എല്ലാം എന്ത് വേണോ എടുക്കാൻ. അയ്യോ, എൻ്റെ ജോലി നിലനിർത്താൻ ഞാൻ പോയി കുത്തുവെപ്പ് എടുത്തു. ആ ജോലി ഉണ്ടെങ്കിലല്ലേ ബൈ ആൻഡ് സെല്ല് നടക്കൂ. വാങ്ങാനും വിൽക്കാനും പറ്റണമെങ്കിൽ ജോലി വേണ്ടേ? ഇത് ക്ലിക്കാവാത്ത എന്താണ്? ഒറ്റക്കാര്യം, ഈ അന്ത്യകാല പ്രാസംഗികരുടെ കുറ്റം. എല്ലാവരും നാളെ ചിപ്പ് വരും. ആലയം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നടക്കൂ. ആലയം മണി വരെ ആരും പേടിക്കട്ടെ. അത് ഡിസെപ്ഷനാണ് മക്കളെ. ഏതേം തോട്ടത്തിൽ ഉണ്ടായിരുന്ന ആഡമിനെയും ഈവിനെയും ഫുൾ പോപ്പുലേഷനെ വഞ്ചിച്ച സാത്താൻ പിന്നെ ചുമ്മാ ഇരിക്കും. അവൻ്റെ അവസാനത്തെ ശ്രമത്തിൽ ദൈവത്തിന് ഇങ്ങനെയല്ലേ വാൺ ചെയ്യാൻ പറ്റും. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഈ അന്ത്യകാല കാര്യങ്ങൾ. ഇനി വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർക്ക് ദൈവം സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത് എടുക്കരുത്. അതുകൊണ്ട് ഞാൻ പറയണില്ല ഭൂമി പരന്നതാണെന്ന് മനസ്സിലായാൽ ഇതൊക്കെ മനസ്സിലാവും, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാലേ മൊത്തത്തിൽ ക്ലിക്കാവും. ഭൂമി പരന്നതാണെന്നും ഇതിനേക്കാളും വലുതാണെന്നും നമുക്കൊന്നും പോകാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ടെന്നും ഒരുപാട് പേരെ കൊന്നിരിക്കുകയാണെന്നും, നമ്മുടെ ഇവിടെ മോഹനം വൈദ്യരെ കൊന്നതുപോലെ, PCR ടെസ്റ്റിൻ്റെ ഇൻവെൻറ്ററിനെ കൊന്നതുപോലെ ഒരുപാട് പേരെ കൊന്നു. ഈ ലോകത്തിൽ 5 പ്രസിഡൻറ്റുമാരെ ഇവർ കൊന്നു. നമുക്ക് ചുറ്റും ഒരുപാട് പേര് സത്യം അറിയുന്നവരെ ഇവർ കൊന്നുകൊണ്ടിരിക്കുന്നു, സത്യം പറയുന്നവരെ കൊന്നുകൊണ്ടിരിക്കുന്നു. അബ്ദുൾ റഷീദ് ബുട്ടാർ എന്ന് പറയുന്ന പുള്ളി ഈ ജെല്ലിൻ്റെ അകത്ത് പൊതിഞ്ഞു വച്ചിരിക്കുന്നതാണ് മാർബർഗ് വൈറസ്. അതാണിപ്പം ആളുകളെ സോംബിയാക്കി മാറ്റാൻ പോകുന്നത്. ഈ മാർബർഗ് വൈറസിനെ 5G ബേസ്റ്റ് വെച്ച് ആക്ടിവേറ്റ് ആക്കുമെന്ന് പറഞ്ഞ ആളെ കൊന്നു. ഇനി ഇതെന്നാണ് നടന്നത് ഓർമ്മയുണ്ടോ? ഇവിടെ സർക്കാർ ഒരിക്കൽ അനൗൺസ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഒരു വാർണിംഗ് സൗണ്ട് വരും, ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞില്ല. അതാണ് 5G ബേസ്റ്റ്. കോവിഡ് വാക്സിൻ എടുത്തവരുടെ അടുത്ത് ആ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ആ 5G ബേസ്റ്റ് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ജെല്ല് ഇന്ന് റിലീസാവുകയാണ്. ഇതൊക്കെ ആരുടെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കും? ഓക്കെ, ഒരു 500 വർഷം മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേറൊരു രാജ്യത്തിരിക്കുന്ന ആളെ അറിയിക്കണമെങ്കിൽ 1 സെക്കൻഡ് പോലും എടുക്കില്ല, ഒരു യന്ത്രം വെച്ച് അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. അതുപോലെയുള്ളൂ ഇത്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സമയം എത്തുമെന്ന് 200 വർഷം മുമ്പ് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും എടുക്കാം. എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. എനിക്ക് ആ ശീലമുണ്ട് കേട്ടോ, എവിടെ പോയാലും ഒരു ഫോട്ടോ എടുക്കും. അതുപോലെയുള്ളൂ ഇതൊക്കെ പറഞ്ഞ ആളുകൾക്ക് വിശ്വസിക്കാൻ പാടാം. ഡീറ്റോക്സ് ചെയ്യുക, വേറെ വഴിയില്ല. ഡീറ്റോക്സ് ചെയ്യുക. ലൂസിഫറൈസ് ഇവിടെ വന്ന് അടിയും. PCR ടെസ്റ്റ് എടുത്തവർ ഇവിടെ ഉരച്ച് വിട്ടിട്ടുണ്ട്. യു നീഡ് ടു ഡീറ്റോക്സ്. ദൈവത്തോട് ക്ഷമ ചോദിക്കുക, ഡീറ്റോക്സ് ചെയ്യുക, ഡെലിവറൻസിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുക, തല കുത്തനെ നിന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ എടുത്തവർ പോകത്തില്ലെന്നാണ് ബൈബിൾ പറയും. ഇഫ് ദർ ഇസ് ചാൻസ്. എടുത്തവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറയുന്നു. മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്ക് പോകാം. ഇറ്റ്സ് അപ് ടു യു. ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ മാക്സിമം എല്ലാ ടോപ്പിക്സ് ഇതിൽ സൈന സിസ്റ്റർ ഹായ്. ബീന ചോദിച്ച ചോദ്യം ഇതാണ് സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും എന്തുകൊണ്ട്? ഓക്കെ, നമ്മുടെ അടുത്താണ് അസ്തമിക്കുന്നത് ഉദിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഒരിടത്തും താന്നൊന്നും പോകുന്നില്ല. സൂര്യൻ ദൂരോട്ട് പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് വേണമെങ്കിൽ ഒന്നും കൂടെ ഇടാം. സൂര്യൻ ലോക്കലാണ്, നമ്മുടെ കാർമേഘങ്ങളുടെ ഇടയിലാണ് സൂര്യൻ. അത് തെളിയിക്കുന്ന വീഡിയോയും ഞാനിടാം. ഓക്കെ,
അപ്പം നമ്മുടെ ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിർത്തിയെന്നാണ്, ഭൂമിയെ നിർത്തിയെന്നില്ല. ഭൂമി അനങ്ങുന്നില്ല, സ്ഥിരമായിരിക്കുന്നു എന്ന് ഇഷ്ടം പോലെ വാക്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ലേ. അപ്പം എർത്തിന് റൊട്ടേഷനോ റെവല്യൂഷനൊന്നും ഇല്ല. അപ്പം 16,000 കിലോമീറ്റർ സ്പീഡിൽ ഭൂമി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്ലെയിന് ലാൻഡ് ചെയ്യാൻ പറ്റണ്ടേ. ഇനി റൊട്ടേഷനും റെവല്യൂഷനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത്രയും ടൈം വേണ്ട. എന്താണ്, ന്യൂയോർക്ക് ടു ഓക്ലാൻഡ് ഇത്രയും ടൈം എടുക്കത്തില്ല. ഇപ്പോൾ കറങ്ങിയാണിരിക്കുന്നെങ്കിൽ സ്ഫിയറിൽ ഓക്ലാൻഡും ന്യൂയോർക്കും അടുത്താണ്, സ്ഫിയറിൽ അടുത്താണ്. പക്ഷെ ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് അത്രയും ദൂരം വരുന്നത്. ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സ്ഫിയറിലാണെങ്കിൽ അത്രയും നേരം എടുക്കത്തില്ല. അതുകൊണ്ട് ഭൂമി പരന്നതാണ്. സൂര്യനും ചന്ദ്രനും ഒരു പ്രത്യേക ആംഗിളിൽ ഇങ്ങനെ കറങ്ങുന്നു. പ്ലേറ്റ് പോലെയാണ് എർത്ത്. ഇതിൻ്റെ താഴോട്ടൊരു ഭയങ്കര ടെക്നിക്കൽ സിസ്റ്റം ഈ എർത്തിൻ്റെ താഴെയുണ്ട്. പ്രിസൻസൊക്കെ ഉണ്ട്. അത് അവിടെയാണല്ലോ ഈ 4 ദൂതന്മാരെ പൂട്ടിയിട്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചേഴ്സ് താഴോട്ടുണ്ട്. നമുക്കറിയാൻ പറ്റത്തില്ല. എവറിത്തിങ് ഈസ് സ്പിരിച്വൽ. സോ വേറെ ആർക്കും സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. സോ യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാണ് സത്യവും ജീവനും, ഞാനാകുന്നവൻ. ആ യേശു മടങ്ങി വരാൻ പോകുന്ന അവനിൽ വിശ്വസിക്കുന്നവർ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുകയുള്ളൂ. കുത്തുവപ്പെടുത്തവർ നിങ്ങളുടെ DNA മാറാതിരിക്കാൻ എത്രയും വേഗം ഡീറ്റോക്സ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.